പാട്ടുപുസ്തകത്തിലെ 10-ാമത്തെ ഗാനം. യേശുരാജനായി വരുന്നതിനാ ഉണർന്നിടമൊരുങ്ങിടാ. യേശുരാജനായി വരുന്നതിനാ വാനമേഘേ അവൻ വരുമേ നിത്യജീവന കൃപയിടാൻ. വാനമേഘേ അവൻ വരുമേ നിത്യജീവന കൃപയിടാൻ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. പാപിയമെന്നെ രക്ഷിപ്പാനായി കാൽവരിയിൽ വന്നു യാഗമായി. ബലഹീനനാമെന്നിൽ കൃപ ചൊരിഞ്ഞു. ബലം നൽകി അനുദിനം വഴി നടത്തി. പാപിയമെന്നെ രക്ഷിപ്പാനായി കാൽവരിയിൽ വന്നു യാഗമായി. ബലഹീനനാമെന്നിൽ കൃപ ചൊരിഞ്ഞു. ബലം നൽകി അനുദിനം വഴി നടത്തി. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. പുതിയതാകാശവും ഭൂമിയും മെനഞ്ഞതും താരൻ തൻ മക്കൾക്കായി ശോഭിതമാങ്ങി ധരിപ്പിച്ചിടും. നിത്യമാം സ്വർഗത്തിൽ ചേർക്കുമെന്നേ. പുതിയതാകാശവും ഭൂമിയും മെനഞ്ഞതും താരൻ തൻ മക്കൾക്കായി ശോഭിതമാങ്ങി ധരിപ്പിച്ചിടും. നിത്യമാം സ്വർഗത്തിൽ ചേർക്കുമെന്നേ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ. സന്നിധേ ചേർത്തിടുവാൻ നിന്നെ നിൻ വകയാക്കിടാൻ. പിതാവായ നല്ല ദൈവമേ, നിന്റെ പരിശുദ്ധനാമം എന്നും എല്ലായിടത്തും മഹത്വപ്പെടട്ടെ. പിതാവേ, നിന്റെ പുത്രൻ്റെ നാമത്തെ നിന്റെ മക്കളുടെ മധ്യേ നീ മഹത്വപ്പെടുത്തണമേ.
കർത്താവായ യേശുവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിന്റെ ദാസരോടൊപ്പം നീ ഉണ്ടായിരിക്കുമെന്ന നിന്റെ വാഗ്ദാനം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണേ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് വചനത്താൽ അവരുടെ ഹൃദയത്തെ നീ ജ്വലിപ്പിച്ചതുപോലെ വ്യഗ്രതയാർന്ന ഈ ജീവിതത്തിൽ ഞങ്ങളോടൊപ്പം നടന്ന് കർത്താവെ, നിന്റെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണേ. കർത്താവെ, നീ നൽകുന്ന സമാശ്വാസത്തിനായി സ്തോത്രം. നീ നൽകുന്ന പ്രത്യേക കൃപകൾക്കായി സ്തോത്രം. നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്റെ മക്കളെ നീയും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നീ ഞങ്ങളുടെ സർവശക്തനായ ദൈവമാണെന്ന്, നീ ഒരിക്കലും മരണമില്ലാത്ത കർത്താവാണെന്ന്, നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എൽ ഷദായ്, അതാണ് നിന്റെ നാമം. എന്തിനും മതിയായവനായ കർത്താവ്. നിന്നെ സ്തുതിക്കുന്നു തമ്പുരാനെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ദൂരെ അകറ്റാൻ ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ദൂരെ കളയാൻ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും വിചാര വികാരങ്ങളിലും നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കാൻ കർത്താവെ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണേ. നിനക്കിഷ്ടമുള്ളതെല്ലാം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. എൻ്റെ നാഥനായ കർത്താവെ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആത്മശരീരങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിൻ്റെ സ്തുതിക്കും മഹത്വത്തിനും മാത്രമുള്ളതായിരിക്കട്ടെ. ആമേൻ. ഇരിക്കാൻ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സകല പരിശുദ്ധന്മാരിലും ശുദ്ധമതികളിലും എൻ്റെ സ്നേഹമുള്ളവരെ, ബലഹീനനായ മോശയെ നല്ല ദൈവം കൂടെ നടന്ന് ബലപ്പെടുത്തിയത് എങ്ങനെയെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ നമ്മളെ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും മാനസാന്തരം സംഭവിക്കുന്നത് എൻ്റെ ദൈവത്തെ ഞാൻ കൂടുതലായി അറിയുമ്പോഴാണ്. അതാണ് അച്ഛന് കിട്ടിയിട്ടുള്ള ഒരു ബോധ്യം. പ്രിയപ്പെട്ട ബിജു അച്ഛൻ പറഞ്ഞല്ലോ, ഇന്ന് ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ കണ്ടവർ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും, ശ്വാസോച്ഛ്വാസം പോലും ഒരു അത്ഭുതമാണെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തി. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരിക്കലും നന്ദി പറയാത്തൊരു മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒരിക്കലും ദൈവത്തിന് നന്ദി പറയാത്ത, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. അത്രേ വലിയ അസുഖമായിരുന്നു. ICUലാണ് ഈ മനുഷ്യൻ കിടന്നത്. ആശുപത്രി വിട്ടപ്പോൾ 2-3 ലക്ഷത്തിൻ്റെ ഒരു ബില്ല് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ബില്ല് കണ്ടപ്പോൾ അയാൾ ഞെട്ടി. അയാൾ ബില്ലിലൂടെ കടന്നുപോയപ്പോൾ അയാളുടെ ശ്രദ്ധയിൽ ഒരു സംഗതി ഉടക്കി. ഏറ്റവും കൂടുതൽ പൈസ ചാർജ് ചെയ്തേക്കണത് ICU കിടന്നപ്പോൾ മൂക്കിൽ കുത്തിക്കയറ്റിയ ഓക്സിജൻ ട്യൂബിൻ്റെ പേരിലാണ്. ഭീകരമായ സംഖ്യ. അയാൾ ചോദിച്ചു, എന്തിന് ഇത്ര വലിയ എമൗണ്ട്? നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാ. ആശുപത്രി അധികൃതർ പറഞ്ഞു, ഓക്സിജന് ഭയങ്കര വിലയാ. അന്നാണ് ഇയാൾ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഓർത്തത്. ഓരോ ദിവസവും വലിച്ചു കയറ്റണ ഓക്സിജന് ഒടേതമ്പുരാൻ ബില്ലിട്ട. അബുദാബിയിൽ വന്നപ്പോൾ മുതലല്ല, ബോംബെ മുതൽ കഷ്ടപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടി വരും. അമ്മാതിരി ബില്ലായിരിക്കും അത്. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം, അത്രമാത്രം ദൈവത്തിൻ്റെ കാരുണ്യം ഓരോ ദിവസവും നമ്മെ തേടി വരുന്നുണ്ട്. എത്ര വിസ്മയകരമായാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. എന്ത് അത്ഭുതം നിറഞ്ഞതാണ് അവൻ്റെ പരിപാലന. പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല.
നിങ്ങൾ ആധാർ കാർഡ് എടുത്തോ? നിങ്ങൾക്കത് വേണ്ട അല്ലേ? നമ്മുടെ നാട്ടിൽ ആധാർ മനസ്സിലായില്ലേ? ഒരു കടലാസുണ്ട്, ആധാർ, നാട്ടിലുള്ള ആധാർ കാർഡ്. ഞാനത് എടുക്കാതിരിക്കുകയായിരുന്നു. എനിക്കത്ര ഇഷ്ടമായില്ല അതേക്കുറിച്ചുള്ള സംഗതികളൊക്കെ. അത് കാരണം ഞാൻ എടുത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ആധാർ എടുത്തോ നീ? ഞാൻ പറഞ്ഞില്ലമ്മ, ചുമ്മാ തമാശകളാ, പോയി ആധാർ എടുക്ക്. അതെന്തിനാണ്? നാളെ ഗ്യാസ് കിട്ടണമെങ്കിൽ ആധാർ വേണം. അപ്പോഴാണ് അങ്ങനൊരു വകുപ്പുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം മോദി പറയണത് തക്കാളി കിട്ടണമെങ്കിലും ആധാർ വേണം. ഞാനത് കാരണം ഓടിപ്പോയി ആധാർ എടുക്കാൻ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, മതിൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. അവിടെയാണ് ആധാർ ഇഷ്യൂ ചെയ്യണത്. ഞാൻ ലോഹയിട്ടിട്ടാണ് പോയത്, വൈദിക വസ്ത്രം. ഇതിനോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഒരിക്കലും അല്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്കിത്തിരി ബഹുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ അച്ഛന്മാരുടെ പോലെയല്ല ഞങ്ങളുടെ അച്ഛന്മാർ. ഞാൻ ലോഹയൊക്കെ ഇട്ടിട്ട് പോയി. ചെന്ന് വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഇരുന്ന മാഡം എന്നോട് ചോദിച്ചു, ഫാദറെ ആധാർ എടുക്കാൻ വന്നതല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, കർത്താവെ മനസ്സിലാക്കിയില്ല, ഒരു വൈദികനാണെന്ന്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, തന്തവിരൽ രണ്ടും ഒരു പച്ച ലൈറ്റുള്ള യന്ത്രത്തിലേക്ക് അമർത്തി പിടിക്കാൻ. ഞാൻ അമർത്തി പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു 4 വിരലും പൊത്തിപ്പിടിക്കാൻ. ഞാൻ പൊത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഫാദറെ കണ്ണാട ഊരി മാറ്റി. ഞാൻ മാറ്റി. ഒരു സാധനം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അതിലേക്ക് തുറുപ്പിച്ച് നോക്കണം. ഞാൻ പറ്റണ പോലെയൊക്കെ തുറുപ്പിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഫാദറെ ആ കസേരയിലേക്ക് ഇരിക്കി, മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കണം. അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഇത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കൂട്ടത്തിലാണ്. ഈ നരച്ച തലയൊന്നും എനിക്കിഷ്ടമല്ല. മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ടെൻഷൻ വന്നു. എന്നാലും എല്ലാം പ്രൊസീജിയറിൻ്റെ ഭാഗമാണല്ലോ. ഞാനിരുന്ന് ഉടുപ്പൊക്കെ ഒന്ന് വൃത്തിയിലിട്ട് അടുത്ത് നിന്ന ചേട്ടൻ്റെ മുഖത്തുനിന്ന് ഒരു തരി ചിരിയൊക്കെ കടം മേടിച്ച് ഞാൻ മുഖത്തൊട്ടിച്ച് വളരെ താല്പര്യത്തോടെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഭീകരമായ ആ ഫോട്ടോ വന്നത്. സഹിക്കില്ല ആ ഫോട്ടോ ഉണ്ടാ. അങ്ങനൊരു മുഖം എനിക്കുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. പട്ടി അന്വേഷിക്കില്ല സത്യം പറഞ്ഞാൽ. ഭീകരമായൊരു ഫോട്ടോ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ പലരുടെയും ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. എന്തിനാണ് ഈ ചേച്ചി എൻ്റെ തന്തവിരലിൻ്റെ പടം എടുത്തത്? എന്തിനാ ഈ ചേച്ചി എൻ്റെ കണ്ണിൻ്റെ പടം എടുത്തത്? നമുക്കറിയാലോ കഥ. നമ്മുടെ ഈ തന്തവിരലിൻ്റെ തുമ്പത്ത്, തന്തവിരലെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടാവില്ല, തള്ളവിരലിൻ്റെ തുമ്പത്ത് ഒടേ തമ്പുരാൻ വരച്ച് വെച്ചേക്കണ പടം അല്ലേ? ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 720 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇല്ലെന്നാ പറയണേ. എൻ്റെ ഈ തന്തവിരലിൻ്റെ തുമ്പത്തുള്ള പടം, ചിത്രം. എൻ്റെ ഈ കണ്ണ് പോലത്തെ ഒരു കണ്ണ് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 720 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇല്ല. നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ടൊന്നും കഥ നിൽക്കണില്ല, അവിടം കൊണ്ടൊന്നും വകുപ്പ് തീരണില്ല. നിന്റെ ശരീരത്തിലെ വിയർപ്പിൻ്റെ മണം, നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൻ്റെ മണം, നമ്മൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. രോമകൂപത്തിൻ്റെ ഇടയക്കോടെ ഏതാണ്ട് സാധനമൊക്കെ പുറത്ത് വരുന്നുണ്ട്, അതിനൊരു നല്ല മണം ഉണ്ടെന്നൊക്കെ. നമ്മുടെ വിയർപ്പിൻ്റെ മണം നമ്മുടെ മാത്രം മണമാണ്. നിന്റെ സ്മെല്ല് ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഇല്ല. വെറുതെയാണോ ചില ആണുങ്ങളെയൊക്കെ ചില ഭാര്യമാർ കയ്യോടെ പിടിക്കണത്? മണം മാറിക്കേക്കണേ. വെറുതെയാണോ പോലീസ് നായം മണം പിടിച്ചിട്ട് നമ്മുടെ പിന്നാലെ തന്നെ വേറൊരു വഴിക്കത് പോണില്ല. നമ്മുടെ വിയർപ്പിൻ്റെ മണം
നമ്മുടെ മാത്രം വിയർപ്പിന്റെ മണമാണ്. 720 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇല്ല. ജസ്റ്റ് ഇമാജിൻ. നിന്റെ ഒച്ച, നിന്റെ ശബ്ദം ഉണ്ടല്ല, നിന്റെ വായെന്ന് പുറത്തു വരുന്ന ശബ്ദത്തിന്റെ അളവ് ഡെസിമൽ എന്നെങ്ങാണ്ടല്ലേ അതിനെ പറയണം. എഞ്ചിനീയറിംഗിന് പഠിച്ചവർക്കറിയാം. ഡെസിമൽ അളവ്, ശബ്ദത്തിന്റെ അളവ്. ഇറ്റ്സ് സോ യുണീക്ക്. മിമിക്രി കാണിക്കാൻ പറ്റും, അനുകരിക്കാൻ പലർക്കും പറ്റും. പക്ഷെ നിന്റെ ശബ്ദം എന്ന് പറയുന്നത് നിന്റെ മാത്രം ശബ്ദമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ച്, നമ്മുടെ ശബ്ദ തരംഗങ്ങൾക്ക് മരണമില്ലത്രേ. നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദവീജികൾ തരംഗങ്ങളായി അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇറ്റ് നെവർ ഡൈസ്. ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരണം. പൂർവകാലങ്ങളിൽ സംസാരിച്ചവരുടെയൊക്കെ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളത് തിരിച്ചു പിടിച്ച് മനുഷ്യൻ കേൾക്കുന്ന പറയണേ. കർത്താവ് പറഞ്ഞതും ഇന്ത്യയിൽ ബുദ്ധൻ പറഞ്ഞതും ഒക്കെ നാളെ നമ്മുടെ സന്തതികൾ കേൾക്കുന്നാണ് പുതിയ ശാസ്ത്രത്തിൻ്റെ കൗതുകം. എല്ലാം പിടിച്ചെടുക്കാൻ പറ്റും അത്രേ. ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ടെന്ന് ബുദ്ധൻ പറഞ്ഞതും ക്രിസ്തു പറഞ്ഞതും ഒക്കെ ഇനിയുള്ള തലമുറ കേൾക്കുന്നു. അപ്പൻ അമ്മേനെ പറഞ്ഞ തെറിയും കേൾക്കും. അതാണ് സഹിക്കാൻ പാടില്ലാത്തത്. എല്ലാം അങ്ങനെ കിടക്കണല്ല. നിന്റെ ശബ്ദം നിന്റെ മാത്രം ശബ്ദമാണ്. നിന്റെ മണം, നിന്റെ സ്മെല്ല് നിന്റെ മാത്രം സ്മെല്ലാണ്. നിന്റെ വിരലിന്റെ തുമ്പത്തുള്ള പടം ഈ ലോകത്ത് വേറെ ഒരാളുടെ വിരൽത്തുമ്പിലും ഇല്ല. നിന്റെ പോലത്തൊരു കണ്ണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന 720 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇല്ല. ഞാൻ കർത്താവിനോട് ചോദിക്കും, ഇത് ഇപ്പം ഉള്ളവരുടെ കാര്യം മാത്രം എടുത്താൽ മതിയാ? ഇപ്പം 720 കോടി. ഒടേതമ്പരാൻ ഈ പരിപാടി എന്ന് തുടങ്ങിയതാണ്? എത്ര കൊല്ലമായി മനുഷ്യനുണ്ടാവാൻ തുടങ്ങിയിട്ട്? എത്ര എണ്ണം ജനിച്ച്, എത്ര എണ്ണം മരിച്ച്, ഇനി എന്തോരം ഉണ്ടാവാൻ കിടക്കണം. ഞാൻ തമ്പുരാനോട് ചോദിക്കും, എൻ്റെ കർത്താവേ, നിന്റെ കയ്യിൽ അപ്പം എത്ര അച്ചുണ്ട്? ഇതെങ്ങനെ പടയ്ക്കണം? ഒരു കമ്പ്യൂട്ടറിനും കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള വചനം ഉണ്ടല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞു. നിന്റെ പേര് ഞാൻ ഉള്ളം കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിക്കും, ഇതെങ്ങനെ നീ പടയ്ക്കണ്? ഒരേ അപ്പന് ഒരമ്മയുടെ വയറ്റിൽ പിറക്കണ 3 മക്കള്, 3 ഷെയ്പ്പല്ലേ? ഒരെണ്ണത്തിൻ്റെ പോലെ വേറെ ഒരെണ്ണം ഉണ്ടാ? മനുഷ്യന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ പ്രത്യേകത. ലോകത്തിൽ വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. നിങ്ങൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ കണ്ടിട്ടുണ്ടോ? ആനിമൽ നിങ്ങൾ ശാലോം മാത്രം കാണുന്നവരായിരിക്കും അല്ലേ? ഞാൻ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. നാഷണൽ ജിയോഗ്രഫി ചാനൽ, ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി. ഒരു പ്രദേശത്ത് കുറേ പാമ്പ് ഒക്കെ ഒരുപോലെ ഇരിക്കണം. വരയൻകുതിരകൾ കൂട്ടമായി പോണ്. 10,000-ൻ്റെയും 20,000-ൻ്റെയും കൂട്ടങ്ങൾ. എല്ലാത്തിനും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടെന്ന് പറയും, എന്നാലും കാണുമ്പോൾ ഏതാണ്ട് ഒരുപോലെയാണ്. എല്ലാ ജീവികളും അങ്ങനെയാ. നമ്മൾ തേക്കടിയിൽ പോകും. തേക്കടിയിൽ ചെന്ന് നമ്മൾ വണ്ടി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് വരും. എന്തോരം കുരങ്ങന്മാരാണ് വരണമെന്നറിയും. ആദ്യം വരണ കുരങ്ങന് നമ്മുടെ പ്ലാസ്റ്റിക് കുറയുന്ന നമ്മളൊരു റോബസ്റ്റ് പഴം നേദിക്കും. എന്നാ കറന്നോരെ ഒരു പഴം കിട്ടിയ കുരങ്ങൻ കാട്ടിലേക്ക് കയറിപ്പോവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 25 എണ്ണം വരും. ഏതിനാ പഴം കൊടുത്തത്, ഏതിനാ കൊടുക്കാത്തത് ആർക്കറിയാം? വീട്ടിൽ അമ്മ കോഴീനെ കൊത്തിക്കാൻ വയ്ക്കും. തിരുവല്ലയിലും കോഴഞ്ചേരിയിൽ അങ്ങനെ തന്നെയല്ലേ പറയാ? കൊത്തിക്കാൻ വയ്ക്കുക, അങ്ങനെയാണോ പറയാ? അടയിരിക്കുക അല്ലേ? കോഴീനെ കൊത്തിക്കാൻ വയ്ക്കുക അമ്മ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ആർത്തിയാണ് ഈ കാര്യത്തിൽ. ഒരു 10 മുട്ട 12 മുട്ടയൊക്കെയാണ് ഒരു ആവറേജ് കണക്ക്. നമ്മുടെ അമ്മ 25 എണ്ണം വരെ വയ്ക്കും. ഈ കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി വയ്ക്കും അമ്മ. ഞാൻ പറയും, അമ്മ ഇത്രയും ലോഡൊന്നും ഒരു കോഴിപ്പടയ്ക്ക് കൊടുക്കരുത്. അപ്പം അമ്മ പറയും, നീ പോടാ, നിനക്കറിയാൻ പാടില്ല, ഇതൊക്കെ അമ്മമാരുടെ പണിയാണ്. എന്തായാലും കോഴി ഇരിക്കണതല്ലേ, 10 എണ്ണം കൂടുതലിരുന്നപ്പോൾ എന്താ കുഴപ്പം?
എല്ലാ കോഴിമുട്ടയുടെ പുറത്തും അമ്മ കരിക്കട്ട കൊണ്ട് കുരിശ വരയ്ക്കും. കരിക്കട്ട. ഇപ്പം അത് കിട്ടാത്ത കാരണം സ്കെച്ച് പെന്നോണ്ടാണ് വരയ്ക്കുന്നത്. വെക്കുന്നത് അമ്മയുടെ ആർത്തി, കൊത്തണത് കർത്താവിൻ്റെ പണി. തമ്പുരാനാണ് വിരിയിക്കണത്. ദൈവകൃപയാലും ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ മനോഗുണത്താലും മിക്കവാറും ഒക്കെ കൊത്തും. കൊത്തി കഴിയുമ്പോൾ അമ്മ കോഴിക്കുഞ്ഞിന് തുള്ളിമരുന്ന് കൊടുക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടില്ല, ഒരു കൂട്ടിൽ പിടിച്ചിടും. തുള്ളിമരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും മൃഗാശുപത്രിയിൽ നിന്ന്. ഒരു ചുമന്ന നിറത്തിലൊരു വെള്ളം. ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പള്ളി പണിതപ്പോൾ കുറേ കടമൊക്കെ വന്ന് ഞാനും കോഴീനെയൊക്കെ വളർത്തി കടം വീട്ടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും. അന്ന് ഞാനും ഈ തുള്ളിമരുന്ന് മേടിക്കാൻ പോയി. എനിക്കറിയാൻ പാണ്ടായില്ല ഇത് ഫ്രീ ആണ്. അവിടെ ചെന്നപ്പോഴാണ് മുമ്പിൽ നിൽക്കുന്ന ചേട്ടൻ വലിയ കുപ്പിയും കൊണ്ട് നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇത്രയൊക്കെ തരുമോ? എൻ്റെ അച്ഛ എന്തോരം വലിയ പാത്രം കൊണ്ടുവന്നാലും അത് നിറച്ച് മരുന്ന് തരും, ഇത് ഫ്രീ ആണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത ബാരലെടുക്കായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഞാനും പോയി തുള്ളിമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ തുള്ളിമരുന്ന് കൊടുക്കും. അമ്മ തുള്ളിമരുന്ന് എങ്ങനെ കൊടുക്കാറ്? ഒരു കോഴിക്കുഞ്ഞിനെ പിടിക്കും, അതിൻ്റെ തൊള്ള ഞെക്കി പൊട്ടിക്കും, സൈഡിൽ വെച്ചൊരു അമർത്തി അതിങ്ങനെ തുറന്നു വരും. ഈ ഫില്ലറിൽ 3 തുള്ളിയാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. ഇത് ഫ്രീ കിട്ടണ കാരണം അമ്മ ഒരു പിശുക്കും അതിൽ കാണിക്കാറില്ല. 3 തുള്ളി, 5 തുള്ളി, 10 തുള്ളിയൊക്കെ കുത്തി കയറ്റണ കാണാം. അത് കഴിയുമ്പോൾ അമ്മ പിടിച്ച കൂട്ടിലേക്ക് ഒരിക്കലും കോഴിക്കുഞ്ഞിന് ഇടൂല, അപ്പുറത്തെ കൂട്ടിലേക്ക് ഇടുള്ളൂ. കാരണം എന്താ? ഏതിനാ കൊടുത്തത്, ഏതിനാ കൊടുക്കാത്തത്, എല്ലാ കോഴിക്കുഞ്ഞും ഒരുപോലെ ഇരിക്കണേ. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. ഒക്കെ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി. യു ആർ സോ യുണീക്ക് ആൻഡ് യു കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ചില ബോധമില്ലാത്ത പിള്ളേര് ഇത്തിരി മുഴുത്ത് കഴിയുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ അടുത്ത്, ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തും വന്ന് പറയും, അച്ഛൻ അറിയാമോ എന്നടാ, ഈ ഇടയായിട്ട് അമ്മയ്ക്ക് എന്നേലും ഇഷ്ടം ചേട്ടനോടാണ് പറയും ചില പിള്ളേര്. അമ്മയ്ക്കിപ്പം എന്നെ വേണ്ട, അനിയത്തിനെയാണ് ഇഷ്ടം. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറയണ പിള്ളേരെ തലയമ്മ ഇങ്ങനെ പിടിക്കണം, വലത്തെ കൈ നെറുകയിലും ഇടത്തെ കൈ താടിയുമേയും, എന്നിട്ട് ചുമരിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ആ ചുണ്ടുണ്ടല്ലോ ആ ചുമരും ഇട്ടത് എങ്ങനെ ഉരയ്ക്കണം. ഒരു പ്രാവശ്യം പറയാം. ചില പിള്ളേർ പറയും, അമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം ചേട്ടനോടാണ്, അപ്പൻ എന്നേക്കാൾ ഇഷ്ടം അനീത്തിയോടാണ്. അതെങ്ങനെയാ ശരിയാവണത് പ്രിയപ്പെട്ടവരെ? അത്രമാത്രം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിച്ചാൽ നമ്മളൊക്കെ എന്നേ മാനസാന്തരപ്പെട്ട്. വി ആർ സോ യുണീക്ക് ആൻഡ് യു കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അത്ര വിലയുള്ളവരാക്കിയ ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ഈ ട്രാക്കിൽ വണ്ടി ഓടിക്കണേ. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, അവൻ്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധ്യം. ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്കെന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ നാമം വിളിക്കും. അബുദാബി കൊണ്ടുവന്നതിൻ്റെ പേരിൽ സ്തോത്രം പാടിയാൽ പോരാ. അമ്മയുടെ വയറ്റിൽ ഞാൻ കർത്താവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, ദൈവമേ നിന്റെ കയ്യിൽ അപ്പോൾ എത്ര അച്ചുണ്ട്? കർത്താവ് ചോദിക്കും, നിനക്ക് പുച്ഛമല്ലേ? നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നീ പറയും, അപ്പോൾ ഒത്തിരി സ്ഥലം വേണമല്ലോ കൈവെള്ളക്കി, എന്തോരം പേരുടെ പേരെഴുതണം? നീ എന്നെ പുച്ഛിക്കും. നിനക്കൊരു വിലയില്ലല്ലോ. നിന്റെ അമ്മയുടെ വയറ്റിൽ നീ കിടക്കും മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ നീ മനസ്സിലാക്ക്, നിനക്ക് പകരം വയ്ക്കാൻ എൻ്റെ കയ്യിൽ വേറെ ആരുമില്ല. നീ എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടവനും സ്വീകാര്യനാ. നീ എൻ്റെ ഓമന കുട്ടനാ. ബൈബിളിൻ്റെ വചനങ്ങൾ എത്രമാത്രം ആഴമുള്ളതാണെന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, അതിന് നമ്മെ സഹായിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അച്ഛന് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നൊരു വചനഭാഗം പുറപ്പാട് പുസ്തകം തന്നെ 3:15, 3:15-16 തിരുവചനങ്ങൾ. 15 മതി, നമുക്ക് മനപ്പാട് അറിയാവുന്ന വചനവും. ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലോ, മോശയോട് ദൈവം പറഞ്ഞു നീ ഈജിപ്തിൽ പോകണം. മോശ മറുതലിച്ചു, ഞാൻ പോവില്ല. ദൈവം കാരണം ചോദിച്ചപ്പോൾ മോശ പറഞ്ഞു, വിക്കനാണ്,
കൊലപാതകിയാണ്. അതിനൊക്കെ പരിഹാരം ദൈവം നിർദ്ദേശിച്ചു. അവസാനം മോശ ദൈവത്തോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വന്നാലേ ഞാൻ പോവുള്ളൂ. കർത്താവ് അതിനും സമ്മതിച്ചു. അപ്പോഴാണ് ദൈവം പുതിയ പ്രശ്നം ഉന്നയിച്ചത്. 13-ാം വചനം. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? അവരെന്നോട് ചോദിക്കും, നിന്റെ പേരെന്ത്, നിന്റെ ദൈവത്തിൻ്റെ പേരെന്നാ? ഞാൻ എന്തു പറയും? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. മോശ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഈജിപ്തിൽ ചെന്ന് ഫറവോയുടെ മുമ്പിൽ വലിയ ഡിമാൻഡ്, വലിയ ആവശ്യം ഉന്നയിക്കും. എൻ്റെ മക്കളെ പറഞ്ഞു വിടണമെന്ന്, നിന്റെ മക്കളെ സ്വതന്ത്രരാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി ഫറവോ എന്നോട് ചോദിക്കും, നിന്റെ ദൈവത്തിൻ്റെ പേരെന്നാ? ഇസ്രായേൽ മക്കളും എന്നോട് ചോദിക്കും, ഏത് ദൈവം പറഞ്ഞിട്ടാ നീ വരുന്നത്? ദൈവത്തോട് മോശ ചോദിച്ച്, പേര് പറ, നിന്റെ പേരെന്നാ? ദൈവം ഇടിവെട്ട് പേരാ പറഞ്ഞത്. ആദ്യത്തെ പേര് കണ്ട, ഐ ആം ഹു ആം, ഞാൻ ആകുന്നവൻ ആകുന്നു. മോശയ്ക്ക് എന്ത് മനസ്സിലായി? ഫറവോയ്ക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ നമുക്കെന്ത് മനസ്സിലായി? ഞാൻ ആകുന്നവൻ ആകുന്നു. മോശ പറഞ്ഞു, തമാശാടാ, ഇമാതിരി പേരൊക്കെ അവിടെ പോയി പറഞ്ഞാൽ അടി പാഴ്സലാണ്. ഞാൻ ആകുന്നവൻ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ അയച്ചിരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ കർത്താവേ? ഇമാതിരി പേരൊക്കെ പോയി പറയാൻ കൊള്ളാവോ? ചുമ്മാ തമാശ കളഞ്ഞ് മര്യാദയ്ക്ക് പേര് പറ. ദൈവത്തോട് മോശ ചോദിച്ചു, തുമാരാ നാം ക്യാ ഹേ? പേര് പറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അപ്പോ പറഞ്ഞ പേരാണ് 15-ാം തിരുവചനം. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പൂർവ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പറഞ്ഞിട്ട് കർത്താവിന് മതിയാവണില്ല. അടുത്ത വചനം കണ്ടോ, ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലും ഞാൻ അനുസ്മരിക്കപ്പെടണം. ആരെങ്കിലും നമ്മളോട് ചോദിക്കുക, ആൻഡ് ഹൂ ഈസ് യുവർ ഗോഡ്? നിന്റെ ദൈവത്തിന്റെ പേരെന്നാ? സർവപുരുഷാന്തരങ്ങളിൽ കൽപ്പാന്ത കാലത്തോളം നാം ഏറ്റുപറയണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന അവന്റെ പേരാണിത്. പുറപ്പാട് 3:15. അതിന് മുമ്പിലുണ്ട് അതേ വചനം. പക്ഷെ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഇടം അവിടെയാണ്. പുറപ്പാട് 3:15. ഐ ആം ഗോഡ് ഓഫ് എബ്രഹാം, ഗോഡ് ഓഫ് ജേക്കബ് ആൻഡ് ഗോഡ് ഓഫ് ഐസക്. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കർത്താവ്. കർത്താവ് വീണ്ടും വീണ്ടും പറയണു, ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. സർവപുരുഷാന്തരങ്ങളിലും ഞാൻ ഇങ്ങനെ അനുസ്മരിപ്പിക്കപ്പെടണം. നമ്മുടെ പല പ്രാർത്ഥനകളിലും കടന്നു വരുന്ന ഒരു തിരുവചനം അത്. പരിശുദ്ധ ബലിയുടെ മധ്യത്തിലൊക്കെ, കുദാശകളുടെ സമയത്തൊക്കെ ഈ പ്രാർത്ഥന വരും. ഞങ്ങൾ സിറോ മലബാർ സഭയുടെ കുർബാനയുടെ ഒത്ത നടുക്കുണ്ട് ഈ പ്രാർത്ഥന. മധ്യഭാഗത്താണ് ഈ പ്രയർ കിടക്കുന്നത്. പുരോഹിതൻ പറയും, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അപ്പം സമൂഹത്തിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ട്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. വിവാഹമെന്ന കൂദാശ ആശീർവദിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ടാ വിവാഹം ആശീർവദിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇഷ്ടംപോലെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതവുമായി
പ്രാർത്ഥനകളുമായി വല്ലാണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിരുവചനമായതുകൊണ്ടാണ് എൻ്റെ ദൈവത്തെ കുറെ കൂടി കൂടുതൽ അടുത്തറിയാൻ എന്നെ സഹായിക്കുന്ന ഒരു വചനമായതുകൊണ്ടാണ് ഈ വ്യാഖ്യാനം. ഒത്തിരി പാട്ടുകളുണ്ട്. ആരാധനയുടെ പാട്ട് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടോ? അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ഒരു പാട്ടുണ്ട്. അബ്രഹാമിൻ ദൈവമേ. ഒരു നല്ല മറ്റൊരു മനോഹരമായ പാട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഏതാണത്? അബ്രാഹത്തിൻ, കേട്ടിട്ടുണ്ടോ? അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണ് എൻ്റെ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണ് എൻ്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, തെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണ് എൻ്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനായവൻ എൻ്റെ ഇടയൻ. ഗോഡ് ഓഫ് എബ്രഹാം, ഗോഡ് ഓഫ് ഐസക്, ഗോഡ് ഓഫ് ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് അബ്രാഹത്തിന്റെ ദൈവം? അബ്രാഹത്തിന്റെ ദൈവം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്. പൂർവ്വപിതാക്കന്മാരായി ദൈവം തെരഞ്ഞെടുത്തത് 3 പേരെയാ: അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്? എന്താണ് അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത്? ആൻഡ് ഹൂ ഈസ് ദ ഗോഡ് ഓഫ് ഐസക്, ഇസഹാക്കിന്റെ ദൈവം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആൻഡ് ഓഫ് കോഴ്സ് ഹൂ ഈസ് ദ ഗോഡ് ഓഫ് ജേക്കബ്? നമ്പർ 1, ഗോഡ് ഓഫ് ഏബ്രഹാം. ആരാണ് അബ്രാഹത്തിന്റെ ദൈവം? നാളെ മുതൽ ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ എന്നാണ് അച്ഛൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇറ്റ് വിൽ ഹെൽപ്പ് യു സോ മച്ച്. ആൻഡ് ഹൂ ഈസ് ദ ഗോഡ് ഓഫ് ഏബ്രഹാം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്, അല്ലേ? അബ്രാഹാം ആരുടെ പിതാവാണ്? ഇസഹാക്കിൻ്റെ. അബ്രാഹാം എന്തിൻ്റെ പിതാവാണ്? പഠിച്ചിട്ടില്ലേ? വിശ്വാസത്തിൻ്റെ. അബ്രാഹാം വിശ്വാസത്തിന്റെ പിതാവാണ്. എങ്ങനെയാണ് ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചത്? എന്തായിരുന്നു അബ്രാഹത്തോടുള്ള ദൈവത്തിന്റെ ചോദ്യം? അബ്രാഹാം വിശ്വാസത്തിന്റെ പിതാവാണെന്ന് പറയുമ്പോൾ സത്യമായിട്ടും അച്ഛൻ്റെ മനസ്സിൽ അല്ലറ ചില്ലറ സംശയങ്ങളുണ്ട്. എൻ്റെ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചത് അവൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തില എന്നതിനേക്കാൾ മറ്റെന്തോ മേഖലയിലാണ്. കാരണം ദൈവത്തിൻ്റെ അബ്രാഹത്തോടുള്ള ചോദ്യം നമുക്കറിയാം. എന്താ ദൈവം അബ്രാഹത്തോട് ചോദിച്ചത്? അബ്രാം, ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. whom do you love most? ആരെയാണ് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നീ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നല്ല ചോദ്യം. ചോദ്യം എങ്ങനെയാ? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? പരീക്ഷണം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ്. സ്നേഹത്തെയാണ് ദൈവം പരീക്ഷിച്ചത്.
അച്ഛനെ സംബന്ധിച്ചിടത്തോളം സത്യവേദ പുസ്തകത്തിലെ വചനങ്ങൾക്ക് കോടി കോടി വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് അതിലൊന്നായി മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. അതിൽ തന്നെ ആത്യന്തികമായ ഒരു വ്യാഖ്യാനമൊന്നും അല്ല അത്. ഇത് ഈ പൊട്ടൻ്റെ മനസ്സിൽ വന്ന സംഗതിയാണ്. ദൈവം പരീക്ഷിച്ചത് അബ്രാഹത്തിന്റെ സ്നേഹത്തെയാണ്. ചോദ്യം അങ്ങനെ, ആരെയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? അബ്രാഹം പറഞ്ഞു, 100-ാമത്തെ വയസ്സിൽ നീ എനിക്ക് തന്ന എൻ്റെ പൊന്നുമോൻ ഇസഹാക്കിനെ. ഒട്ടനെ വന്നു കർത്താവിൻ്റെ മറുപടി, അതിനിങ്ങോട്ട് വയ്ക്കി. ഞാൻ അബ്രാഹത്തോട് പണ്ടൊക്കെ പറയാറുണ്ട്, താൻ എന്തൊരു പൊട്ടനാടോ, താൻ എന്തിനാ കൊച്ചൻ്റെ പേര് പറയാൻ പോയത്? തമ്പുരാന്റെ സ്വഭാവം അറിയാല, കർത്താവിൻ്റെ സ്വഭാവം അറിയാല. തനിക്ക് വല്ല പശുവിൻ്റെ ആടിൻ്റെയും പേര് പറയായിരുന്നില്ലേ? താൻ എന്ത് കാര്യം വരുത്താൻ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു? ഞാൻ ഇടയ്ക്ക് എൻ്റെ ഈശോനോട് പറയും, എൻ്റെ കർത്താവേ, പറയാണ്ടിരിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് പറയണാണ്. കർത്താവ് ചോദിക്കും, എന്നടാ? ഞാൻ പറയും, നിൻ്റെ അത്രയും കുശുമ്പും കുനിഷ്ടും അസൂയയുമുള്ള വേറെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഈശോയോട് പറയും, എന്തൊരു അസൂയ നിനക്ക്, എന്തൊരു കുശുമ്പ നിനക്ക്, നീ എന്തൊരു കുറുമ്പനാ. 1-ാം പ്രമാണം നിങ്ങളും പഠിച്ചിട്ടില്ലേ? എന്നതാ 1-ാം പ്രമാണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും, കഴിഞ്ഞിട്ടില്ല, സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഈശോയോട് ചോദിക്കും, പിന്നെ ആരെയെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ ഒരു ഗ്യാപ്പ് എവിടെയാ? പൂർണ്ണ ആത്മാവും പോയി, പൂർണ്ണ ഹൃദയവും പോയി, പൂർണ്ണ മനസ്സും പോയി, സർവശക്തിയും പോയി. പിന്നെ പിന്നെ നീ എന്തിനാ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടെ? അവിടെ ഇരുത്തിയാൽ പോരായിരുന്ന? എന്തോരം ഭംഗിയുള്ള പെണ്ണുങ്ങളായി ലോകത്ത്, എന്തോരം ഭംഗിയുള്ള കാര്യങ്ങൾ ആണുങ്ങളായി ലോകത്ത്, എന്തോരം തങ്കപ്പെട്ട മനുഷ്യരായി ലോകത്ത്. ഒരാളെയും സ്നേഹിക്കേണ്ടത് നിനക്കിഷ്ടമല്ല. കർത്താവിൻ്റെ സ്വഭാവം അത്. പറഞ്ഞില്ല കേട്ടില്ല എന്ന് നാളെ പറയരുത്. എല്ലാവരോടും കൂടിയാണ് പറയണത്. തമ്പുരാൻ ഇങ്ങനൊരു സൂക്കേടുണ്ട്. അറിയാണ്ട് പോലും പറഞ്ഞേക്കരുത് ആരെയെങ്കിലും ഇഷ്ടം, പണി പാടും. അറിയാണ്ട് പോലും പറയാൻ പോണ്ട. കർത്താവിനോട് പറയുക, എൻ്റെ തമ്പുരാനെ, എൻ്റെ കെട്ടിയോനെ എനിക്ക് എന്തൊരിഷ്ടാന്നറിയാമോ? അപ്പ തന്നെ നാക്കത്ത് കുരിശ് വരച്ച് മാറ്റി പറഞ്ഞോ, നിന്റെ കഴിഞ്ഞിട്ടുള്ളൂട്ടാ. അതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ പെടും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ പെടും. ആത്മീയര് നമ്മളെ ഓർമ്മപ്പെടുത്തും, വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. അബ്രാഹത്തോട് ദൈവം ചോദിച്ച്, ആരെയാണ് നിനക്കിഷ്ടം? എൻ്റെ പൊന്നുമോൻ ഇസഹാക്കിനെ. ഒട്ടനെ വന്നു ഡിമാൻഡ്. അതിനിങ്ങ് വയ്ക്കി. ചുമ്മാ പറയല്ല, കർത്താവിനേക്കാളും കൂടുതൽ, റിപ്പീറ്റ്, കർത്താവിനേക്കാളും കൂടുതൽ ഈ ലോകത്ത് ആരെയെങ്കിലും എന്തിനെയെങ്കിലും നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളെ വേണ്ട, നിന്നെ അടിക്കാനുള്ള വടി കർത്താവ് അവിടെ തന്നെ ഓടിക്കും. ഉറപ്പാണ്, ഒരു സംശയം വേണ്ടിട്ടാ. ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോ, പണി വാളും. ചിലരുണ്ട്, ഭർത്താവേ ശരണം, ഭർത്താവാണ് ജീവിതത്തിൻ്റെ അങ്ങനെയുള്ളവരുടെ മുതുകത്താണ് ഡെയിലി കെട്ടിയവന്മാര് പൊങ്കാലിയിടുന്നത്. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ പറഞ്ഞ പിന്നെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അങ്ങനെയുള്ളവന്മാര് ഈ ജന്മത്ത് സ്വസ്ഥായിട്ട് ഉറങ്ങില്ല. ചില മാതാപിതാക്കളുണ്ട്, മക്കളെ ശരണം, എല്ലാം മക്കൾക്ക് വേണ്ടി, എല്ലാം മക്കൾക്ക് വേണ്ടി. ആലോചിച്ചോട്ടോ, ഇപ്പം അല്ലെങ്കിൽ നാളെ നീ ഓർക്കും ഞാൻ ഈ പറയണത്. ഒരു കാലത്തും പിള്ളേരായിട്ട് നിനക്ക് സമാധാനം ഉണ്ടാവില്ല. കർത്താവിനേക്കാളും കൂടുതൽ നീ എന്തിനെ സ്നേഹിച്ചോ, ആരെ സ്നേഹിച്ചോ, നിന്നെ അടിക്കാനുള്ള വടി കർത്താവ് അവിടെ തന്നെ ഓടിക്കും. ഇന്ന് അനുഭവിക്കുന്നതൊക്കെ ഓർത്ത് വയ്ക്കാൻ മതി.
എൻ്റെ കറുത്ത മുടി എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയാമോ? ഇപ്പം ഇരിക്കണണ്ട പഞ്ഞിക്കൂടം ചോല. ഏറ്റവും കൂടുതൽ മുഖക്കുരു ഉള്ളത് എന്നും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണവരുടെയാ. ഏറ്റവും കൂടുതൽ ശരീരത്തെ സ്നേഹിക്കുന്നവർക്കാ ഏറ്റവും ഭീകരമായ രോഗങ്ങൾ വരിക. ഏറ്റവും കൂടുതൽ പണത്തെ പ്രണയിക്കുന്നവർക്കാ ഒരു കാലത്തും തൃപ്തി വരാതിരിക്കുക. ചിലതിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ ഓർത്തോളണം, അതുകൊണ്ടാണ് ദൈവം നിനക്കിട്ട് തൊഴിക്കുക. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞ്, എന്നെക്കാളും കൂടുതൽ നീ അങ്ങനെ സ്നേഹിച്ച് സുഖിക്കണ്ട, അതിനിങ്ങോട്ട് വയ്ക്കി. ഞാൻ അതുകൊണ്ട് അബ്രാഹത്തോട് പറഞ്ഞു, തനിക്കറിയാലോ തമ്പുരാൻ്റെ സ്വഭാവം, എന്ത് കാര്യം വരുത്താനാ ഈ വിടുവ പറയാൻ പോയത്. ഒന്ന് മാറ്റി പിടിച്ചെങ്കിൽ എന്തായാലും സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. ദൈവം പരീക്ഷിച്ചത് അബ്രാഹത്തിന്റെ സ്നേഹത്തെയാണ് പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ വിശ്വാസത്തെ അല്ല. എന്നത് അബ്രാഹത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊച്ചനെ കൊല്ലേണ്ടി വരില്ല എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അബ്രാഹം കൊച്ചിനെ പണ്ടേ കൊന്നു. മോറിയ മല ചവിട്ടും മുമ്പ് അബ്രാഹത്തിന്റെ ചങ്കില് ഇസഹാക്ക് മരിച്ച്. മനഃശാസ്ത്രജ്ഞര് പറയണത് അങ്ങനെയാണ്, ഒരു കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ആ കൊലപാതകം നമ്മുടെ മനസ്സിലിട്ട് പലവട്ടം നമ്മൾ നടത്തും, എന്നാലാ പുറത്ത് ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ. ഒരാളെ ഉപദ്രവിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലിട്ട് പലവട്ടം അയാളെ ഉപദ്രവിക്കണം. ചില ഭാര്യമാരൊക്കെ പൊട്ടിത്തെറിക്കണ കണ്ടിട്ടില്ലേ അടുക്കളയിൽ നിന്ന്? അവളുടെ വായെന്ന് സമൃദ്ധമായിട്ട് വരണ കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ഇവൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് കിട്ടി? ഇവൾ എന്തൊരു ഗംഭീരമായിട്ടാ ചീത്ത പറയണത്, ഇവൾ എന്ത് ഗംഭീരമായിട്ട് വാക്കുകൾ പ്രയോഗിക്കണത്. എങ്ങനെ പ്രയോഗിക്കാണ്ടിരിക്കും? അലക്കണ നേരത്തും പാത്രം കഴുകുമ്പോഴും പച്ചക്കറി അരിയുമ്പോഴും ഇത് റിഹേഴ്സൽ എടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് താങ്ങണത്. കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും. എന്ത് കറക്റ്റായിട്ട്? നല്ല ഓർഡറിൽ 1 2 3 1 2 3 1 2 3 പെട്ടക്കനാണ്ടിട്ടില്ലേ? ഇത് മനസ്സിലിട്ട് ഓർഡർ ഇട്ടിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. പലവട്ടം ഹൃദയത്തിലിട്ട് തല്ലാതെ ഒരാളെ നമുക്ക് പുറത്തിട്ട് തല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അത്രയും ദൂരത്തേക്കൊന്നും പോകണ്ട. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണക്കിൻ്റെ ആൻസർ പേപ്പർ കിട്ടുമല്ലോ. ഓണപ്പരീക്ഷ കഴിഞ്ഞ് ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചത് പോയിട്ട് ഒന്നുമില്ല, 7 50ൽ 7. ആൻസർ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ മുതൽ നമ്മുടെ ചിന്ത എന്താ? കർത്താവേ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് നുണ പറയും? ആൻസർ പേപ്പർ കിട്ടുമ്പോൾ മുതൽ ഞാൻ റിഹേഴ്സൽ എടുക്കും. എൻ്റെ അപ്പനാണെങ്കിൽ ഒരു വഴിക്കും വിടൂല, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൻ ചോദിക്കും, എന്താടാ കണക്കിന് കുറവ്? കർത്താവ് എന്ത് പറയും? എല്ലാവർക്കും കുറവാന്ന് പറയാം. ആയിത്ത നുണ. അപ്പം അപ്പൻ ചോദിക്കും, അതെന്താ എല്ലാവർക്കും കുറവ്? ഇടയ്ക്ക് വെച്ച് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ ലീവിന് പോയി എന്ന് പറയാം. അതെന്തിനാ ടീച്ചർ ലീവിന് പോയത്? കർത്താവ് തോമസ് മാഷാണല്ലോ. അപ്പം എന്ത് പറയും? ശ്രീസാമി ടീച്ചറാണെങ്കിൽ പ്രസവാവധിയായിരുന്നെന്ന് പറയാം. തോമസ് മാഷാകുമ്പോൾ എന്ത് പറയും? വേണ്ട, മാഷുടെ ഭാര്യ പ്രസവിക്കാൻ കിടക്കായിരുന്നെന്ന് പറയാം. അപ്പം അപ്പൻ ചോദിക്കും, പകരം മാഷ് വന്നില്ലേ? പകരം മാഷ് വന്നില്ല കർത്താവ്. എന്ത് പറയും? ആ മാഷ് പഠിപ്പിച്ചത് മനസ്സിൽ. ഇങ്ങനെ നുണകൾ എത്ര എണ്ണം റിഹേഴ്സൽ എടുത്തിട്ടാ വൈകുന്നേരം കഞ്ഞൂടി കഴിയുമ്പോൾ അപ്പൻ്റെ മുമ്പിൽ കണക്ക് പേപ്പർ നമ്മൾ കൊണ്ടുപോകണത്. അബ്രാഹാം മോറിയ മല കയറുന്നതിന് മുമ്പ് തൻ്റെ ഹൃദയത്തിലിട്ട് ഇസഹാക്കിനെ അറുത്ത്. അയാൾ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞ് മുകളിൽ ചെന്ന് ജസ്റ്റ് ആൻ എക്സിക്യൂഷൻ, ദാറ്റ്സ് ഓൾ. അയാളുടെ മനസ്സ് മരവിച്ചിരിക്കുക. അയാളുടെ വിശ്വാസം എന്ന് പറയുന്നത് കുഞ്ഞിനെ കൊല്ലേണ്ടി വരില്ല എന്നുള്ളതല്ല. ഈ കുഞ്ഞ് മരിച്ചാലും ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ, കടപ്പുറത്തെ മണൽത്തരി പോലെ എനിക്ക് മക്കളെ വാഗ്ദാനം ചെയ്തൊരു ദൈവമുണ്ട്. കൊച്ചിനെ കൊല്ലണ്ടെന്ന് അബ്രാഹാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് പരീക്ഷിച്ചത്
അബ്രാഹത്തിന്റെ വിശ്വാസത്തെ എന്നതിനേക്കാൾ അബ്രാഹത്തിന്റെ സ്നേഹത്തെയാണ്. അതിൽ അയാൾ 100-ൽ 100 മാർക്ക് വാങ്ങിച്ചു. കാരണം പരീക്ഷണം കഴിഞ്ഞപ്പോ ദൈവം അബ്രാഹത്തോട് പറയണ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ ഏകജാതൻ ഇസ്ഹാക്കിനെ പോലും ബലിയർപ്പിക്കാൻ മാത്രം നീ എന്നെ സ്നേഹിക്കണുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇന്നു മുതൽ അബ്രാം എന്നല്ല അബ്രാഹം എന്ന് വിളിക്കപ്പെടും. അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രാഹം സ്നേഹത്തെ സംബന്ധിച്ച പരീക്ഷണത്തിൽ വിജയിച്ചു. ആ വിജയം അയാൾ നേടിയെടുത്തത് ഒരു മഹാപുണ്യത്തിൻ്റെ പിൻബലത്തിലാണ്. ഒരു മഹാപുണ്യത്തിൻ്റെ പിൻബലത്തിലാണ് അബ്രാഹം പരീക്ഷണത്തിൽ വിജയിച്ചത്. അബ്രാഹം ദൈവത്തിൻ്റെ കൽപ്പന അക്ഷരശ അനുസരിച്ചു. അബ്രാഹത്തിൻ്റെ അനുസരണമാണ് ദൈവത്തിന് അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് അച്ഛൻ പറയും, ശ്രദ്ധിക്കണം, അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവ് എന്നതിനേക്കാൾ അബ്രാഹം അനുസരണത്തിൻ്റെ പിതാവാണ്. ഹി ഈസ് ഫാദർ ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ പിതാവാണ് അബ്രാം. കാരണം മറ്റൊന്നുമല്ല, സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും വെളിപ്പെടുത്തുന്നത് അനുസരണം വഴിയാ, അല്ലേ? എത്ര സ്ത്രീകളാ എന്നോട് പറഞ്ഞേക്കണേ, അച്ഛാ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി എന്നാറ്റി എൻ്റെ അച്ഛാ ചേട്ടൻ വന്ന് കട്ടിലേൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നത് ചേട്ടനല്ല ചേട്ടാ ഈ പുക വലിച്ച മണം എനിക്കിഷ്ടല്ല. ഓ, ദൈവത്തെ ഓർത്ത് വീഡിയോ വലിച്ചിട്ട് വരരുത്. അച്ഛനറിയാമോ എന്നത്? അന്ന് നിർത്തിയതാണ് അച്ഛാ, പിന്നെ വലിച്ചിട്ടില്ല. മദ്യപിച്ച് വന്നപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ അപ്പൻ ഒടുക്കത്തെ കുടിയനായിരുന്നു, ആങ്ങളമാരും മൂക്ക് പിഴിഞ്ഞ മുന്നാഴി കിട്ടണ പരുവത്തിൽ കുഴിച്ചുകൊണ്ടിരുന്നതാ, ചേട്ടൻ കുടിക്കരുത് ചേട്ടാ. അച്ഛനറിയാമോ, അന്ന് നിർത്തിയതാണ്. ആ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ചേട്ടന് എന്നോട് ഒടുക്കത്തെ സ്നേഹമാണ്, കാരണം ഞാൻ പറഞ്ഞത് അക്ഷരശ അനുസരിച്ച്. എത്ര വട്ടം അമ്മ പറഞ്ഞേക്കണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഷ്ടപ്പെട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമല്ലോ, വൈകുന്നേരം 4 മണിക്കല്ലേ, ഇന്നല്ലേ 12:30 സ്കൂൾ വിടണത്. അന്ന് 4 മണി വരെയല്ലേ നമ്മുടെ കഷ്ടപ്പാട്. 2 പീരീഡ് ഡ്രില്ല്, 3 പീരീഡ് കണക്ക്, കഷ്ടപ്പെട്ട് പഠിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും, മോനെ ആ അലമാരിയിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് പോയി 1 കിലോ തക്കാളി മേടിച്ചോണ്ടാ. എന്തിന്? വൈകുന്നേരം ചാറുകറി ഉണ്ടാക്കാനാണ്. ഞാൻ അമ്മയോട് പറയും, അമ്മ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. എന്തോരം ഞെരിങ്ങി പഠിച്ചിട്ട് അമ്മയുടെ മോൻ വരുന്നത്. താഴെ ഉണ്ടല്ലോ ചക്കക്കുരു പോലെ ഇരിക്കുന്ന 2 ഉരുപ്പിടികൾ, അവരോട് പറ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അമ്മേ. അപ്പം അമ്മ പറയുന്ന ഡയലോഗാ, അല്ലെങ്കിലും അതെ, നിനക്ക് ഒരു സ്നേഹമില്ല. അപ്പ പറയാമ്മ, നിനക്ക് ഒരു സ്നേഹമില്ല, നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലല്ല. അനുസരിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രാഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മോട് പറയണത്, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഐ ആം ഗോഡ് ഓഫ് എബ്രഹാം. അബ്രാഹത്തിൻ്റെ ദൈവം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മറക്കരുത്, അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവ്. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് ആരുടെ ദൈവം? അബ്രാഹത്തിൻ്റെ ദൈവം. ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. സത്യവേദ പുസ്തകം മുഴുവനും ഇതല്ലേ പ്രിയപ്പെട്ടവരെ? അനുസരണത്തിന്റെ കഥയാ ബൈബിള് മുഴുവൻ. പൗലോസ് അപ്പോസ്തലൻ എഴുതി വെക്കണു, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു.
അനുസരണമാണിത് മുഴുവൻ. ആരൊക്കെ അനുസരിച്ചോ അവരൊക്കെ രക്ഷപ്പെട്ട്, ആരൊക്കെ അനുസരണക്കേട് കാട്ടിയോ അവരൊക്കെ പെട്ട്. ഈ പുസ്തകത്തിൽ അങ്ങനെയാ, ബൈബിൾ അതാണ്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഒബീഡിയൻസ്. അനുസരണം. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അബ്രാഹത്തിന്റെ ബലിയിലല്ല ദൈവം പ്രസാദിച്ചത് പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. അബ്രാഹത്തിന് കൊച്ചനെ കൊല്ലണ്ട വന്നില്ല. അബ്രാഹത്തിന്റെ ബലിയിലല്ല ദൈവം പ്രസാദിച്ചത്. പിന്നെയോ അബ്രാഹത്തിന്റെ അനുസരണത്തിലാണ്. ഇന്നും ദൈവം അങ്ങനെ തന്നെയാ. ഹൗ ഫാർ, ഹൗ മച്ച് യു ആർ ഒബീഡിയന്റ്. ചിന്തിക്കണം, ചിന്തിക്കണം. മാനസാന്തരത്തിന്റെ വഴിയാണത്. അനുസരണമാണ് മാനസാന്തരത്തിന്റെ വഴി. കാരണം അനുസരിക്കുമ്പോഴാണ് നീ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തുന്നത്. അനുസരിക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുക. അൾത്താര പറയണത് അനുസരിക്കണം, ദൈവവചനം പറയണത് അനുസരിക്കണം, ജീവിത പങ്കാളി പറയണത് അനുസരിക്കണം, മാതാപിതാക്കള് പറയണത് അനുസരിക്കണം, ചില സമയങ്ങളിൽ മക്കള് പറയണതും അനുസരിക്കണം. വേറെ ചില സമയങ്ങളിൽ നമുക്ക് അല്പം പോലും താല്പര്യമില്ലാത്തവര് നമ്മുടെ കൺമുമ്പില് ശുദ്ധ ശൂന്യമെന്ന് കരുതുന്നവര് പറയുന്നത് പോലും നമ്മൾ ബാലാമിന്റെ കഴുത, ബൈബിളിലില്ലേ ബാലാമിന്റെ കഴുത? അതൊരു കഴുതയാണ് ബാലാമിനോട് പറഞ്ഞത്. വാളൂരി പിടിച്ച് ദൈവത്തിന്റെ ദൂതൻ മുമ്പിൽ നിപ്പുണ്ട്. മുമ്പോട്ട് പോണത് ബുദ്ധിയല്ല, ചില നേരത്ത് കഴുത പറയണതും കേൾക്കണം. ഒബീഡിയൻസ്, അനുസരിക്കുക. ബൈബിളിൽ നോക്കിയേ, എല്ലാവരും അനുസരിച്ച്. നാമാനോട്, നിങ്ങളുടെ ബൈബിളിൽ നെയ്മാൻ ആളെ മനസ്സിലായില്ല. ആ പുള്ളിയോട് എലീഷ പറഞ്ഞ് പോണ വഴിയിൽ ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് പോണം 7 പ്രാവശ്യം. പുള്ളി മുങ്ങിയില്ല. നാമാൻ വണ്ടി വിട്ടടിച്ചു പോയി. കുറെ പോയി കഴിഞ്ഞപ്പോഴാ ഭൃത്യന്മാര് പറഞ്ഞത്, യജമാന മുങ്ങിയില്ലട്ടാ. നാമാൻ പറയുന്നുണ്ട്, അസീറിയയില് നദികളില്ലാഞ്ഞിട്ടാ. നല്ല ഒന്നാന്തരം നദികൾ അസീറിയയിലുണ്ടല്ല, തെളിനീരൊഴുകുന്ന നദികള്. അവിടെ പോയിട്ട് മുങ്ങിയപ്പോരെ, എന്തിനാ ഇവിടെ മുങ്ങണത്? കാരണമുണ്ട്. നാമാൻ പറയാൻ കാരണമുണ്ട്. നാമാനോട് എലീഷ മുങ്ങാൻ പറഞ്ഞ സ്ഥലം ജോർദാൻ ചാവുകടലിൽ ലയിക്കുന്ന സ്ഥല. ഒടുക്കത്തെ ഉപ്പാണ്. നാമാന്റെ രോഗം എന്നാണ്? ശരീരം മുഴുവനും വ്രണമാണ്. ശരീരം മുഴുവനും വ്രണം. ഉച്ചി മുതൽ പെരുവിരൽ വരെ ഒരൊറ്റ മുറിവായിട്ടിരിക്കുന്ന ശരീരം ഉപ്പുവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ അനുഭവിക്കാൻ പോണ സുഖം നമുക്ക് ഊഹിക്കാല. അതുകൊണ്ടാണ് നാമാൻ പറഞ്ഞത് ഇവിടെ മുങ്ങണില്ല, അവിടെ പോയിട്ട് മുങ്ങാന്ന്. ഭൃത്യന്മാര് പറഞ്ഞു, അങ്ങനെയല്ലട്ടാ, ഇവിടെ മുങ്ങാനാ പറഞ്ഞേക്കണത്. അയാള് വണ്ടി റിവേഴ്സ് എടുത്ത് അയാള് തിരിച്ചു വന്ന് ജോർദാൻ നദിയിൽ മുങ്ങി. എനിക്ക് വെറുതെ സമയം കിട്ടുമ്പോൾ എൻ്റെ പണി ഇതൊക്കെയാണ്. നാമാൻ ഈ വിത്തൗട്ട് തുണിയൊക്കെ ഊരി വെച്ച് നൂൽ ബന്ധമില്ലാണ്ട് ജോർദാൻ നദിയിൽ മുങ്ങണ്. കരക്കിരുന്ന് അവൻ്റെ ഭൃത്യന്മാർ, എന്തായാലും മുങ്ങണവന് നമ്പർ അടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. 1 2 3 7 പ്രാവശ്യം മുങ്ങണല്ല. കാരണം അമ്മാതിരി പുകച്ചലല്ലേ പ്രിയപ്പെട്ടവരെ. കരക്കിരുന്ന് ഈ ഭൃത്യന്മാർ നമ്പർ അടിച്ച് 1 2 3 4 5 6 ഒരു ചുക്കും സംഭവിച്ചില്ലട്ടാ. അയാൾ മുങ്ങണ പോലെ തന്നെ പൊങ്ങി നിന്ന് വിറച്ച്. പക്ഷെ 7ാം പ്രാവശ്യം നാമാൻ മുങ്ങി പൊങ്ങിയപ്പോ അയാളുടെ ശരീരത്തിലെ തൊലി അപ്പ ജനിച്ച കുഞ്ഞിന്റെ പോലെ സ്നിഗ്ധമായി എന്നാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ അനുസരിച്ച് അനുസരിക്കുന്നവനെയാ ദൈവം അനുഗ്രഹിക്കണത്. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. ഗോഡ് ഓഫ് Abraham. He is father of
ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ പിതാവ്. മർത്ത പെണ്ണിനോട് കർത്താവ് പറഞ്ഞു, മർത്ത കല്ലുരുട്ടി മാറ്റി, കല്ലുരുട്ടി മാറ്റി. മർത്ത എന്താ പറഞ്ഞ്? 4 ദിവസമായി മണം ഉണ്ടാവും, 4 ദിവസമായി മണം ഉണ്ടാവും. ഈശോ പറഞ്ഞ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എൻ്റെ മർത്ത, നീ അനുസരിക്ക്, പറഞ്ഞത് കേക്ക്. കല്ലുരുട്ടി മാറ്റന്റെ പെണ്ണെ. അവൾ ഉരുട്ടി മാറ്റി. തമ്പുരാൻ പറഞ്ഞു, ലാസറേ പുറത്തു വാ. അഗൈൻ ഒബീഡിയൻസ്. കണ്ണുപൊട്ടൻ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത പരിപാടിയാണ് തമ്പുരാൻ ചെയ്തത്. അയാൾ അലറി നില വിളിച്ച് നമ്മുടെ പാർട്ടി നിലത്ത് തുപ്പി. ഞാൻ ഈശോട് പറയാറുണ്ട്, വൃത്തിയോട് കാണിക്കണ ഒരു കണക്കുണ്ട്, സഹിക്കല്ലാണ്ട് എന്താ ചെയ്യാ. നിലത്ത് തുപ്പി, തുപ്പലോണ്ട് ചെളി ഉണ്ടാക്കി, അത് ഈ ദരിദ്രവാസിയുടെ മോന്തായത്ത് മുഴുവനും പൊത്തി പിടിപ്പിച്ച് പോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞ്. പൊട്ടൻ എന്നിട്ട് അങ്ങനെ കഴുകാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അത് പോയി സീലോഹ കുളത്തി ചാടി, അത് കുളിച്ച് പൊങ്ങി. അതിന് കാഴ്ച കിട്ടി, അതിന് കാഴ്ച കിട്ടി. ശമയോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസെ വലത്ത് വശത്ത് വലയിറക്ക്. അങ്ങനല്ലേ വചനം? വലത്ത് വശത്ത് പത്രോസ് എന്താ പറഞ്ഞത്? രാത്രി മുഴുവനും പെടാപ്പാട് വെട്ടതാ, ഒരു ചാള പോലും തടഞ്ഞിട്ടില്ലട്ടാ, ഒരു ചാള പോലും കിട്ടിയിട്ടില്ല. എന്നാലും നീ പറഞ്ഞതല്ലേ ഞാൻ വലയിറക്കാം. ശമയോൻ വലയിറക്കി. എന്തുണ്ടായി? അതിനു മുമ്പ് രാത്രി പത്രോസ് വലയിറക്കുമ്പോ പത്രോസിന്റെ വല കണ്ട് 4 വഴിക്കും പരക്കം പാഞ്ഞ മീൻ. തമ്പുരാൻ പറയണത് കേട്ട് പത്രോസ് വലയിറക്കിയപ്പോ പത്രോസിന്റെ വല എവിടെയാ? പത്രോസിന്റെ വല എവിടെയാ? പത്രോസിന്റെ വല എവിടെയാ? കേറണ മീൻ പുറത്തുള്ള മീൻ SMS വിടാണ്, ഇവിടെ ഓപ്പൺ ഉണ്ട് കേട്ടോ, ഇവിടെ ഓപ്പൺ ആട്ടോ, യൂബർ വിളിച്ചിട്ട് തന്നെ മീൻ. പത്രോസിന്റെ വലയിൽ ഫുള്ള് മീൻ. ഇതാണ് അനുസരിച്ച് വലയിറക്കുമ്പോഴുള്ള ഗുണം. അനുസരണക്കേട് എന്ന് അപകട, അനുസരണക്കേട് എന്ന് അപകട. ചില ഭാര്യമാര് പറയണത് ഭർത്താക്കന്മാര് കേൾക്കില്ല, ചില ഭർത്താക്കന്മാര് പറയണത് ഭാര്യമാര് കേൾക്കില്ല. മഴ നിന്ന് പെയ്യ, ഇവിടെ പിന്നെ അതില്ല. നാട്ടിലെ കഥ ഓർത്താ മതി, എനിക്കിത് അത്ര പരിചയമില്ലല്ല. മഴ നിന്ന് പെയ്യ, കെട്ടിയവന്റെ കയ്യിൽ കൊടയിരിപ്പുണ്ട്. എടി പെണ്ണ, നീ ഇങ്ങോട്ട് കേറിയിക്കടി, നീ ഇങ്ങോട്ട് കേറിയിക്കടി. എന്തിനടി മഴ കൊള്ളണേ? താൻ പോ, തൻ്റെ കൊടയുടെ മൂട്ടിൽ നിൽക്കാൻ എന്നെ കിട്ടൂല. അവള് പുറത്ത് കൊട നടക്കുള്ളൂ. മഴ നനഞ്ഞ് പനി പിടിച്ച് അവസാനം ഡെങ്കിയും എലിയൊക്കെ വന്ന് അത് ചാവും. ഈ കൊടയുടെ അടിയിലേക്ക് ഇങ്ങോട്ട് കയറിയെന്നാ മതി, ഈ കൊടയുടെ അടിയിലേക്ക് ഇങ്ങ് കയറിയെന്നാ മതി. ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കണം. അനുസരണം എന്നും നമ്മുടെ ജീവിതത്തിന് ബലമാണ്. അനുസരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അനുസരിക്കുമ്പോഴാ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ വെളിപ്പെടുത്തുക. അവിടെയാണ് ദൈവം കൃപ കാണിക്കുക. ഞാൻ ഓർക്കുക, ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ ബഹുമാനപ്പെട്ട ഒരു വല്ലൂരാനച്ഛനുണ്ട്. ഗുഡ്നസ് ടെലിവിഷനിലൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗം പറയണ വല്ലൂരാനച്ഛൻ. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ഞളി മോനെ, നീ ക്രിസ്മസിനൊരു പ്രസംഗം പറഞ്ഞു തരണം TV-ൽ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഒഴിവാക്ക്. കാരണം ഇന്നത്തെ കാലത്തൊക്കെ പ്രസംഗം പറയൽ വലിയ പാടാണ്. പുതിയ പുതിയ ആശയങ്ങൾ കിട്ടണമല്ല, ഇത് എവിടെ പോയി ഉണ്ടാക്കാനാണ്? എനിക്ക് ആകെ പ്രാന്തണത് ഓർക്കുമ്പോൾ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഒഴിവാക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ, ഇതുവരെ നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഗുരുദക്ഷിണ, നീ വന്നൊരു പ്രസംഗം പറയണം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് വഴി വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പള്ളിയിൽ കയറിയിരുന്നു. കർത്താവ്, എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ എനിക്ക് താ, ക്രിസ്മസിന് പ്രസംഗം പറയണം, 10 ആള് കാണണതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ഈശോ എന്നോട് പറഞ്ഞു, എടാ, ക്രിസ്മസ് എന്ന് പറയണത് അനുസരണമാണ്. എനിക്ക് പെട്ടെന്നൊന്നും കത്തിയില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നോർത്ത്, ക്രിസ്മസ് എന്ന് പറയണത് എങ്ങനെയാ? അനുസരണമാവണത്. അപ്പൊ ഈശോ, ദൈവത്തിൻ്റെ ആത്മാവ് തന്ന് കർത്താവ് പറഞ്ഞു, അനുസരണത്തിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്.
13 വയസ്സുള്ളൂ മറിയത്തിന്. മരിയോളജിസ്റ്റുകൾ അങ്ങനെയാ പറയുക. 13 വയസ്സുള്ളൂ പെണ്ണിന്. നസ്രത്തിലെ 8 പൊട്ടും തിരിയാത്ത മറിയം എന്ന 13കാരിയുടെ മുമ്പിൽ ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞ്, മറിയം എന്തോ നീ പ്രഗ്നന്റ് ആവൂട്ടാ. യോ അതെങ്ങനെ? അത് നീ നോക്കണ്ട, നീ പ്രഗ്നന്റ് ആവും. മറിയം പറഞ്ഞു ഓക്കെ ഓക്കെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓക്കെ. മാലാഖ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് എവിടേക്കാണെന്നറിയോ? തൊട്ടപ്പുറത്ത് ഔസേപ്പ് എന്നൊരുത്തനുണ്ട്. ഉരുട്ടി എഴുന്നേപ്പിച്ച് മൂട്ടിലടിച്ച്, എഴുന്നേക്കറാ. എഴുന്നേറ്റ്. നീ കെട്ടാൻ പോണ പെണ്ണില്ലേ? വാ, പ്രഗ്നന്റ് ആട്ടാ. യു പേടിക്കണ്ട, പരിശുദ്ധാത്മാവിനാലാണ്. ഓ, ധൈര്യമായിട്ട് പൊത്തിപ്പിടിച്ച. ഔസേപ്പ് പറഞ്ഞു ഓക്കെ ഓക്കെ. അവൻ എഴുന്നേറ്റ് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ച്. ഓക്കെ, അനുസരണം. എഗൻ മാലാഖ അവിടെ നിന്ന് നേരെ വണ്ടി പിടിച്ച് എവിടേക്കാന്നറിയോ? 5-8 എണ്ണങ്ങള് ആടിനെ നോക്കി പുല്ലും പുറത്ത് തളർന്ന് കിടന്നുറങ്ങണുണ്ട്. എല്ലാത്തിൻ്റെയും മൂട്ടിക്കൊട്ടി എഴുന്നേപ്പിച്ച് മാലാഖ പറഞ്ഞ് എഴുന്നേക്കറാ. എഴുന്നേറ്റ് ബത്ലഹം വരെ പോണം. എന്തിന്? സർവജനത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ സദ്വാർത്ത. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പുൽത്തൊട്ടിയിലുണ്ട്. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയിരിക്കണ കുഞ്ഞിനെ കാണും. ആട്ടിടയന്മാർ എഴുന്നേറ്റ് പറഞ്ഞു നമുക്ക് ബത്ലഹം വരെ പോവാം. മാലാഖ പറഞ്ഞത് എന്തെന്ന് നമുക്ക് കാണാം. അവരും എന്ത് ചെയ്തു? അനുസരിച്ച്. മാലാഖ നേരെ വണ്ടി വിട്ടത് എവിടേക്കാ? മരുഭൂമിയിലേക്കാ. 3 അണ്ണന്മാര് എവിടെ നിന്നെങ്ങാണ്ട് കുറ്റിയും പറിച്ച് പോന്നേക്കാ. ഒരു കറുത്തതുണ്ട്, 2 വെളുത്തതുണ്ട്. ഒട്ടകപ്പുറത്ത് പൂജരാജാക്കൾ മജായി. മാലാഖ വട്ടം നിന്നിട്ട് പറഞ്ഞ് നക്ഷത്രം കണ്ട? ഉവ്വ. പിന്നാലെ പൊയ്ക്കോ. എവിടേക്ക്? അങ്ങനെ ഒരു ചോദ്യം ഇല്ലെന്നേ. നക്ഷത്രം പോണതിൻ്റെ പിന്നാലെ പോവുക. എവിടെ ചെന്ന് നിൽക്കുന്നോ അതിനുള്ളിൽ നിന്റെ ദൈവം. പൂജരാജാക്കൾ എന്ത് ചെയ്ത്? അനുസരിച്ച്. മറിയം അനുസരിച്ച്, ഔസേപ്പ് അനുസരിച്ച്, ആട്ടിടയന്മാർ അനുസരിച്ച്, പൂജരാജാക്കള് അനുസരിച്ച്. എന്തുണ്ടായി? ക്രിസ്മസ് ഉണ്ടായി. ഉണ്ണി പറഞ്ഞു, ദൈവം വന്നു. അനുസരിക്കുമ്പോ കർത്താവ് വരും. നിന്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവം, ഗോഡ് ഓഫ് എബ്രഹാം. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവ്. എന്തുമാത്രം നീ അനുസരണയുള്ളവനാണോ, നിന്റെ മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളിയും, എന്തിനേറെ നിനക്കൊരു വിലയും നിലയുമില്ലെന്ന് തോന്നുന്നവര് പോലും നിന്നോട് പങ്കുവയ്ക്കുന്ന ദൈവിക സ്വരത്തെ അനുധാവനം ചെയ്യാൻ എന്തുമാത്രം നിന്റെ ഹൃദയത്തിന് എളിമയുണ്ടോ അത്രയും നിന്റെ മേൽ കൃപ ചൊരിയുന്ന കർത്താവിൻ്റെ പേരാണ് ഗോഡ് ഓഫ് എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. And number 2, my God is God of Isaac. ഇസഹാക്കിന്റെ ദൈവം. ഇസഹാക്കിന്റെ ദൈവം ആരാണ്? ഇസഹാക്കിന്റെ ദൈവം. സമയമില്ലാത്തതുകൊണ്ട് വേഗം പറയാം. ഇസഹാക്കിന്റെ ദൈവം നമുക്കറിയാം. ഇസഹാക്ക് തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഇസഹാക്ക്, അല്ലേ? അബ്രാഹം കത്തിയെടുത്തത് കഴുത്തി ചൊറിയാനൊന്നല്ല. ആണോ? ഞാൻ പറഞ്ഞല്ല, അയാള് പണ്ടേ കൊച്ചിനെ കൊന്ന്. കൊച്ചന്റെ കഴുത്തിൽ കത്തി വെക്കാൻ അയാൾക്ക് അല്പം പോലും സങ്കോചമില്ല. അവന്റെ കൈ വിറക്കില്ല. കാരണം അവൻ അത്രമേൽ ഉറപ്പിച്ചിട്ടാ മോറിയ ചവിട്ടിയത്. കൊച്ചനെ മലത്തി അടിച്ച് കമത്തി കിടത്തി കഴുത്തിൽ കത്തി വെക്കാൻ അവൻ കത്തിയെടുത്ത്. നമ്മൾ വചനത്തിൽ വായിക്കണു, കറക്റ്റ് സമയത്ത് മാലാഖ വന്ന്, ദൈവം വന്ന്. ദൈവം അബ്രാഹത്തിനെ വിളിച്ച്, അബ്രാം കൊച്ചിനെ ഒന്നും ചെയ്യരുത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്കിന്റെ ജീവിതം എന്ന് പറയുന്നത് തലനാരിഴക്കി രക്ഷപ്പെട്ട ജീവിതമാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ഒത്തിരി കഥകൾ അതേക്കുറിച്ച് കൗതുകം നിറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ കഥയുണ്ട്. അബ്രാഹാം ആടിനു വേണ്ടി കാത്തു നിന്നില്ല. അബ്രാഹാം ഒരു വിസിലടിക്കും വേണ്ടി കാത്തു നിന്നില്ല. ചെന്നു മലത്തി കിടത്തി കഴുത്തിന് ഉന്നം പിടിച്ച് അയാൾ കത്തി ഓങ്ങി. പക്ഷെ കൃത്യസമയത്ത് ദൈവം അബ്രാഹത്തിനെ വിളിച്ച് അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിന്റെ ജീവിതം
രക്ഷപ്പെട്ടത് തലനാരിഴക്കി. കൃത്യസമയത്ത് ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മൈ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഐസക്. എന്താ അർത്ഥം എന്നറിയോ? എ ഗോഡ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ പേരാണ് ഇസഹാക്കിൻ്റെ ദൈവം. കൃത്യസമയത്ത് അവൻ വരും. എനിക്ക് അങ്ങനെ ഒരു ദൈവമുണ്ട്. യു ഷുഡ് ബിലീവ് ദാറ്റ്. എൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമാണ്. ഒരു നിമിഷം പോലും അവൻ വൈകില്ല. അവന് വൈകാൻ പറ്റില്ല. അവൻ കറക്റ്റ് സമയത്ത് വരും. ഇസഹാക്കിൻ്റെ ദൈവം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. എ ഗോഡ് ഓൺ ഓർ ഇൻ ടൈം. കൃത്യസമയത്ത് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. സുവിശേഷത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലുണ്ട്. സൂസന്ന എന്ന് പറയുന്ന ഒരു പെണ്ണ്, അവള് ചങ്കുപൊട്ടി കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാര് കള്ളസാക്ഷി പറഞ്ഞ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചേക്കാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോവാ. അപ്പോഴവള് നിലവിളിച്ചത്, അവള് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഐ ആം ഓൾ അലോൺ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എവിടെ നിന്നും നീതി കിട്ടും? നമ്മൾ ബൈബിളിൽ വായിക്കുന്നു 13-ാം അധ്യായത്തില് അതങ്ങനെയാ. ദൈവത്തിന്റെ കാതില് സൂസന്നയുടെ കരച്ചിലിന്റെ ഒച്ചയെത്തി. ദൈവത്തിന്റെ ആത്മാവ് എട്ടും പൊട്ടും തിരിയാത്ത ദാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുക്കന്റെ ചങ്കില് ശക്തിയോടെ ആവസിച്ച് അവൻ കൊടുങ്കാറ്റ് പോലെ ഇസ്രായേൽ മക്കളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞ്, തക്കതായ വിചാരണ കൂടാതെ ഒരു ദൈവത്തിൻ്റെ മകളെ വിധിക്കരുതെന്ന് നീതിന്യായം പറയുന്നുണ്ട്. വീണ്ടും വിചാരണ ചെയ്യണം. അവൻ പുരോഹിതന്മാരെ വീണ്ടും വിചാരണ ചെയ്ത് അവരുടെ കള്ളത്തരം വെളിപ്പെട്ട് സൂസനെ രക്ഷപ്പെട്ട്. കൃത്യസമയത്ത് ദൈവം വരിക. ശിഷ്യന്മാര് തോണി തുഴഞ്ഞ് അക്കരയ്ക്ക് പോയി. അവർ വഞ്ചിയിൽ തനിച്ചാണെന്ന് മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ മനസ്സിലാക്കി. അവൻ വെള്ളത്തിന് മുകളിലൂടെ നടന്ന് അവരുടെ അടുത്തെത്തി. കറക്റ്റ് സമയത്ത് കർത്താവ് വരും. നമുക്കങ്ങനൊരു ദൈവമുണ്ട്. നമുക്കങ്ങനൊരു ദൈവമുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എത്ര മനോഹരമായിട്ടാണ് ദൈവം വഴി നടത്തിയത്. അല്പം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എത്ര സുന്ദരമായിട്ടാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കണത്. അത്ഭുതമല്ലേ നമ്മുടെ ജീവിതം? ഈ ദൈവത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. മഞ്ഞളേച്ചന് ഇവിടെ നിന്ന് ചറവറ പറയൊന്നും വേണ്ട. ഈ ദൈവത്തെ നിങ്ങൾക്ക് നല്ല പരിചയമാണ്. ജോലി കിട്ടിയ സമയത്ത്, ഇങ്ങോട്ടുള്ള വിസ ശരിയായ നേരത്ത്, ആശുപത്രിയിൽ കിടക്കുമ്പോൾ, ഭീകരമായ അപകടങ്ങളിൽ, ഞാൻ ചുമ്മാ പറയല്ല, ഐ ഹാവ് എ ഗോഡ് ഓഫ് ഐസക് ആൻഡ് ഹീ ഈസ് എ ഗോഡ് ഹു ഈസ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് അവൻ വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ICUവിൻ്റെ മുമ്പിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പരീക്ഷാ സമയത്ത് അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂ നടക്കുമ്പോൾ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമായ അപകടവേളകളിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ള ഉടുപ്പിട്ട് ചുവന്ന ഷോളും ചുറ്റി തോളറ്റ മുടിയും വെച്ച് ഒരു ഊച്ചാൻ താടിയുമായി എൻ്റെ കർത്താവ്. ഹീ വിൽ ബി ദർ, ഡാം ഷുവർ. ഓർക്കണം, ഇങ്ങനൊരു ദൈവമുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുക, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ പ്രസംഗം പറയാൻ പോവാ. ഞാൻ പോണ വഴിയിൽ ഏതാണ്ട് എത്താറായപ്പോഴാണ് ഒരു പെങ്കൊച്ച എന്നെ വിളിച്ച്. എൻ്റെ പഴയ ഇടവകക്കാരി, പഴയല്ല, എൻ്റെ ഇടവകക്കാരി കൊച്ച. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ. എല്ലാ ദിവസവും പള്ളിയിൽ വരും. അത്യാവശ്യം നല്ല കൊച്ച, കഷ്ടപ്പെട്ട് പഠിക്കും. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു വലിയ പ്രശ്നമുണ്ട്, കാര്യം പറ. എന്നെ പറ്റി? അച്ഛാ, അമേരിക്കൻ കമ്പനിയാണ്. എന്ത് കമ്പനി? അവളെന്തോ പേര് പറഞ്ഞു, UST, അങ്ങനെ കമ്പനി ഉണ്ടോ? UST ഗ്ലോബൽ, സംതിങ് ലൈക്ക് ദാറ്റ്, ഐ ഡോണ്ട് നോ. ഒരു അമേരിക്കൻ IT കമ്പനിയാണ് അച്ഛാ.
എന്താ പ്രശ്നം? എൻ്റെ അച്ഛാ, കേരളത്തിലുള്ള കോളേജുകളിൽ നിന്ന് 360 പേരെ അവർ സെലക്ട് ചെയ്ത്. ഞാനുണ്ടായിരുന്നു. ഉവ്വ, നീ പറഞ്ഞില്ല. അത് 360 അല്ലേ അച്ഛാ, അത് കാരണം പറയാണ്ടിരുന്നതാണ്. ഓക്കെ അച്ഛാ, അതിൽ നിന്ന് 150 പേരെ സെലക്ട് ചെയ്ത്. ഉവ്വ, അതിൽ ഞാനുണ്ട്. വെരി ഗുഡ് അച്ഛാ. എൻ്റെ കോളേജിൽ ഇൻ്റർവ്യൂ നടക്കുക. 18 പേരെ മതി. 18 പേരെ മതി. 150 പേരിൽ നിന്നാണ് പോക്കണത്. കിട്ടിയ ലോട്ടറിയാണ് അച്ഛാ. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ്. അച്ഛൻ പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ അറിയാലോ, 4 ലക്ഷം രൂപ ലോണുണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന്. എങ്ങനെയെങ്കിലും വീട്ടണം. അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പെണ്ണെ നീ ധൈര്യമായിട്ടിരിക്കും, അച്ഛൻ പ്രാർത്ഥിക്കാം. അച്ഛൻ പള്ളിയിലേക്കാണ് പോണത്. അതിന് ഞാൻ അവളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇൻ്റർവ്യൂ, അതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ 3 പേരാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആരൊക്കെയാണ്? ഒരു സായിപ്പുണ്ട്, ഒരു മദാമയുണ്ട്, പിന്നെ കോട്ടയത്തു നിന്നുള്ള ഒരു ചേട്ടനുണ്ട്. അവൾ പറഞ്ഞതാട്ടോ, അച്ഛാ സായിപ്പിൻ്റെയും മദാമയുടെ ഇംഗ്ലീഷ് പിന്നെയും മനസ്സിലാവണുണ്ട്. കോട്ടയംകാരൻ ചേട്ടനാണ്, വെച്ച് നീക്കണം അച്ഛാ, ആകെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ പിടിക്കാണ്ടിരിക്കുക. അടുത്ത പ്രാവശ്യം നീ കയറുമ്പോൾ 4 പേരുണ്ടാവും. അവൾ ചോദിച്ചു, അച്ഛൻ ചുമ്മാ തമാശ പറയില്ലേ, 4 പേരൊന്നുമില്ല, 3 പേരുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പെണ്ണെ 4 പേര് അച്ഛൻ ഉറപ്പാണ്. അച്ഛൻ തമാശ പറയാണ്ട് കാര്യം പറ. എടി, നമ്മുടെ കർത്താവ് അല്ലാണ്ട് ആരാണ്? നമ്മുടെ തമ്പുരാൻ വരും എൻ്റെ പെണ്ണെ, നീ ധൈര്യമായിട്ട് ചെല്ല്. അവൾ പറഞ്ഞു, അച്ഛാ കാര്യമായിട്ട് ഒരു ചോദ്യം ഇല്ല അച്ഛാ, ചെന്ന് കയറി ഒരു യെസ് ഓർ നോയേ ഉള്ളൂ. ഞാനല്ലേ പറയണേ, നീ ചെല്ല്. ഞാൻ കത്തീഡ്രൽ പള്ളി ചങ്ങനാശ്ശേരി, അവിടെ കർട്ടനൊക്കെ ഉണ്ട് ഇതുപോലെ, അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച്. അരമണിക്കൂർ എനിക്ക് സമയമുണ്ടായിരുന്നു. അരമണിക്കൂർ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് നോക്കി, ഒരു കോളും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയി. 1.25 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി മൊബൈലിൽ അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ വൈല വന്നാ, ഇതിന് കിട്ടിയോ ഇല്ലയോ? ഞാൻ നോക്കുമ്പോൾ 14 മിസ്ഡ് കോളുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ഭയങ്കര കരച്ചിലാണ് അപ്പുറത്തുനിന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ നിലവിളിക്കല്ലേ, UST ഗ്ലോബൽ മാത്രമൊന്നും അല്ല അമേരിക്കയിൽ കമ്പനി ഉള്ളത്, വേറെ എന്തോരം കമ്പനി എടുക്കണ്. ഈ ഇൻ്റർവ്യൂ പോണെങ്കിൽ പോട്ടെ, കർത്താവിന് ഇനിയും വരാൻ പറ്റും, നീ ധൈര്യമായിട്ടിരിക്കും. ഇവൾ അലറി കരയാണ്. ഞാൻ പറ്റണ പോലെയൊക്കെ പറഞ്ഞു. അവസാനം എൻ്റെ വർത്താനത്തിനൊരു ഗ്യാപ്പ് വന്നു, അവളുടെ കരച്ചിലിന് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പം അവൾ പറഞ്ഞു, അച്ഛാ അതല്ല, പിന്നെ ഏതാണ്? എനിക്ക് കിട്ടി. കിട്ടിയതിൻ്റെ കരച്ചിലായിരുന്നു. എനിക്ക് കിട്ടിയെൻ്റെ അച്ഛാ, ജോലി കിട്ടി. ഞാൻ ചോദിച്ചു, എടി എങ്ങനെയുണ്ടായി ഇൻ്റർവ്യൂ? അച്ഛൻ പറഞ്ഞത് സത്യം. 3 പേരല്ലച്ചാ, 4 പേര്. ആ മദാമ്മ എൻ്റെ ഫയലെടുത്ത് കയ്യിൽ പിടിച്ചു, എൻ്റെ മുഖത്ത് നോക്കി 2 മിനിറ്റ് പല്ലിളിച്ച്. ഞാനും മദാമ്മയുടെ മുഖത്ത് നോക്കി 2 മിനിറ്റ് പല്ലിളിച്ച്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മദാമ്മ പറഞ്ഞു, യു ആർ സെലക്റ്റഡ്, ജോലി കിട്ടി. ഞാൻ പറഞ്ഞു, അമേരിക്കയിൽ പോയി വരുമ്പോൾ അച്ഛനൊരു ഉടുപ്പിന് ഉണി കൊണ്ടുവന്നോളൂ കേട്ടാ. നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. നനഞ്ഞോടം കുഴിക്കണതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് അങ്ങനെ ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാള് നിലവിളിച്ചിട്ടും നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ലെന്നും പറഞ്ഞ് നീ ചിലപ്പോഴൊക്കെ പരിഭവിക്കാറില്ലേ, പരാതിപ്പെടാറില്ലേ? വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, നാളിതുവരെ നിന്റെ ജീവിതത്തിൻ്റെ വേദനയുടെ ഊടുവഴിയിലും പെരുവഴിയിലും നീ അവനെ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കണം, തൊട്ടടുത്ത വളവില് നിനക്കാവശ്യമുള്ള അത്ഭുതത്തിൻ്റെ സമ്മാന പൊതിയും പിടിച്ച് നിന്റെ കർത്താവ് നിപ്പുണ്ട്. കാരണം അവൻ ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്. അവന് വരാതിരിക്കാൻ പറ്റുകയില്ല. ഓർക്കണം, കർത്താവ് ഡിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാചകം. കർത്താവ് വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. കർത്താവ് വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. ഇംഗ്ലീഷിലാണ് അത് മനോഹരം. ദ ഡിലേ ഓഫ് ദ ലോർഡ് ഈസ് നെവർ ദ ഡിനയൽ ഓഫ് ദ ലോർഡ്. ദ ഡിലേ ഓഫ് ദ ലോർഡ് ഈസ് നെവർ ദ ഡിനയൽ ഓഫ് ദ ലോർഡ്. കർത്താവ് വരാൻ വൈകുന്നത് ഒരിക്കലും അവൻ നിന്നെ മറന്നിട്ടല്ല. യോഹന്നാന്റെ സുവിശേഷം 11. മർത്ത പെണ്ണ് ഇമെയിൽ വിട്ട് എന്തും പറഞ്ഞിട്ടാണ്.
നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ആ വാചകം ശ്രദ്ധിക്കണോട്ടാ. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. മർത്തയ്ക്ക് നല്ല ഉറപ്പാ, യവന് ലാസർ പ്രാന്താന്ന്. വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ വട്ടം പോകുമ്പോഴും ഓരോ അനുഭവമാണ് എനിക്ക് കിട്ടാറ്. ഒരു വട്ടം പോയപ്പോൾ ആ ഗൈഡ് എന്നോട് പറഞ്ഞു അയാൾ, അച്ഛാ ലാസറിനെ ഒടുക്കത്ത് ഇഷ്ടമായിരുന്നു. ബഥാനിയായിൽ ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അയാൾ എന്നോടത് പറഞ്ഞത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും സെഹിയോൻ ഊട്ടുശാലയിൽ ഫുഡടിച്ച് കാലും കഴുകി കർത്താവ് നേരെ വണ്ടി വിട്ടത് ഒലിവ് മലയിലേക്കാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയാ പറയുക. ഒലിവ് തോട്ടത്തിലേക്ക് പോയി, കെദ്രോൻ തോട് കടന്ന് അവൻ ഒലിവ് തോട്ടത്തിലേക്ക് പോയി, സെഹിയോൻ ഊട്ടുശാലയിൽ നിന്ന്. ഈ ഗൈഡ് എന്നോട് പറഞ്ഞു, ഫാദറെ അങ്ങനെ അല്ലട്ടാ ഇസ്രായേലിൻ്റെ വിശ്വാസം. എന്നാണ്? ഫുഡടിച്ച് കാലും കഴുകി പരിശുദ്ധ കുർബാനയും സ്ഥാപിച്ച് തമ്പുരാൻ കർത്താവ് നേരെ വെച്ച് പിടിപ്പിച്ചത് ഒലിവ് തോട്ടത്തിൻ്റെ ഇടത്ത് വശത്തൂടെ ബഥാനിയ. അവിടെ ചെന്ന് ലാസറിനെയും പെങ്ങന്മാരെയും കണ്ട് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് മറുവശത്തൂടെ ഒലിവ് തോട്ടത്തിലേക്ക്. അമ്മയുടെ അടുത്ത് പോലും അല്ല അവൻ പോയത്. ലാസറിനെ അവന് ഭ്രാന്തായിരുന്നു. ലാസറിനോടും പെങ്ങന്മാരോടും വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ടാ മർത്ത അങ്ങനെ തന്നെ സന്ദേശം വിട്ടത്, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. കർത്താവ് പോയാ അവിടെ തന്നെ ഇരുന്ന്. അവസാനം തോമാസ് പറഞ്ഞു, നമുക്ക് പോവാ, എന്താന്ന് വെച്ച നടക്കട്ടെ, പോയി നോക്കാം. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയ കുറ്റിയും പറിച്ച് പോണത്. ആ പോണ പോക്കില ആരോ വന്ന് പറയണത് ലാസർ മരിച്ച്. അപ്പൊ നമ്മുടെ ആള് പറഞ്ഞു, മരിച്ചിട്ടില്ല, ഉറങ്ങാണ്. ഞാൻ ഈശോട് പറഞ്ഞു, നോണോ പറയരുത്, മരിച്ച്, നിനക്കറിയാല മരിച്ച്. അതെങ്ങനെയുള്ള മരണം ആയിക്കോട്ടെ, മരിച്ച്. ലാസർ മരിച്ച്, നിനക്കറിയാം മരിച്ച്. നീ വരാതിരുന്നത് കൊണ്ട് അവൻ മരിച്ച്. കുഴിമാടത്തിന്റെ മുമ്പിൽ ചെന്ന് അവൻ മർത്തയോട് പറഞ്ഞ്, മർത്ത നീ കല്ലുരുട്ടി മാറ്റ്. മർത്ത പറഞ്ഞ്, 4 ദിവസം മണം ഉണ്ടാവും, നീ അനുഭവിക്കി, കല്ലുരുട്ടി മാറ്റി. അവള് കല്ലുരുട്ടി. കർത്താവ് പറഞ്ഞ്, ലാസറെ പുറത്തു വാ, ലാസറെ പുറത്തു വാ. ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട്, നീ എന്തിനാ അവിടെ കുന്താലും ഇരുന്നേ? നിനക്ക് നേരത്തെ പോകാൻ പാടില്ലേ? ഈശോ പറയും, നിനക്ക് രോഗം വരണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസ തീക്ഷ്ണതയും നിന്റെ പ്രാർത്ഥനാ ബലവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടണമെന്നും സകല മനുഷ്യരുടെ മുമ്പിലും നിന്റെ രോഗം ചർച്ചാ വിഷയമാകണമെന്നും നിനക്കും എനിക്കും തമ്മിലുള്ള സ്നേഹബന്ധം തെറ്റിദ്ധരിപ്പിക്കപ്പെടണമെന്നും നീ ചത്ത് ചീഞ്ഞ് മണം എടുക്കണ പരുവത്തിലാവണമെന്നും അവസാനം നിന്റെ ജീവിതത്തിൻ്റെ ഉമ്മറത്ത് വന്ന് നിന്ന് നിന്നോട് പുറത്തു വരാൻ ആവശ്യപ്പെടണമെന്നും അങ്ങനെ വീണ്ടും നിനക്കൊരു പുനർജന്മം നൽകണമെന്നും ഞാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ കാണണില്ലെന്നും പറഞ്ഞ് മോങ്ങാൻ നിനക്കെന്താ അവകാശം? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നിനക്കെന്താ അവകാശം? നിന്റെ കൊച്ചന് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടരുതെന്നും എല്ലാവരുടെ മുമ്പിലും നിന്റെ കുഞ്ഞും നിന്റെ കുടുംബവും അപഹസിക്കപ്പെടണമെന്നും നിന്റെ വിശ്വാസം നിന്റെ പ്രാർത്ഥന ചോദ്യം ചെയ്യപ്പെടണമെന്നും അവസാനം നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ഇടപെട്ട് എല്ലാവരുടെയും മുമ്പിൽ നെഞ്ച് വിരിച്ച് പിടിച്ച് നടക്കാൻ പരുവത്തിന് നല്ലൊരു തൊഴിൽ കൊടുത്ത് നിന്റെ കുഞ്ഞിനെ അവൻ വീണ്ടെടുക്കണമെന്നും നിന്റെ കർത്താവ് തീരുമാനിച്ചുറച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊച്ചന് പഠിച്ചിട്ട് കിട്ടണില്ലെന്നും പറഞ്ഞ് പരിഭവിക്കാൻ നിനക്കെന്താ അവകാശം? നിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവമാണ്. ഹി ഈസ് എ ഗോഡ് ഇൻ ടൈം. നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കണില്ല, അത് പെര നിറഞ്ഞു പൊളിച്ച് നാട്ടുകാര് മുഴുവനും ചർച്ചാ വിഷയമാക്കി. അവസാനമാ കൊതിപ്പിക്കുന്ന വിധത്തില് നിന്റെ കുഞ്ഞിന് തങ്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ കിട്ടണത്. സ്തോത്രം പാടണ്ടേ നീ? ഇന്ന് സംഭവിക്കാത്തതോർത്ത് നീ എന്തിന് പരിഭവിക്കണം?
ഇന്ന് സംഭവിക്കാത്തതോർത്ത് നീ എന്തിന് പരിഭവിക്കണ? ദ ഡിലേ ഓഫ് ദ ലോർഡ് ഈസ് നെവർ ദ ഡിനയൽ ഓഫ് ദ ലോർഡ്. കർത്താവ് വരാൻ വൈകുന്നത് അവൻ ഒരിക്കലും നിന്നെ മറന്നിട്ടല്ല. അവൻ ഇസഹാക്കിന്റെ ദൈവമാണ്. ഹി കനോട്ട് ബട്ട് കം. അവൻ കറക്റ്റ് സമയത്ത് വരും. പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാവണം, പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാവണം, പ്രാർത്ഥനയിൽ ജ്വലിക്കുന്നവരാകണം. ആഴമുള്ള ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം കഴിഞ്ഞു. യാക്കോബിന്റെ ദൈവം തുടരും. എന്ത് ചെയ്യാം? നാളെ പറയാം. ഓക്കെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ്. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ താമസിക്കുന്ന ഭവനത്തെ ദൈവം നമുക്ക് മാത്രമായി തന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലോർക്കാം. ഞാൻ നിന്റെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തമ്പുരാൻ, എൽ ഷദായ്, ദ വൺ ഹൂ ഈസ് മോർ ദാൻ ഇനഫ്, എന്തിനും മതിയായവനായ എൻ്റെ ദൈവം. ദൈവമേ, നീ അബ്രാഹത്തിൻ്റെ കർത്താവാണ്. എപ്പോഴെല്ലാം നിന്റെ കൽപ്പനകൾ ഞാൻ വിട്ടു നടന്നോ, എപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം വർദ്ധിച്ചു വന്നോ, എപ്പോഴെല്ലാം നിന്റെ വചനങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാതിരുന്നോ, അപ്പോഴെല്ലാം എൻ്റെ പാദങ്ങൾ ഇടറിപ്പോയിട്ടുണ്ട്. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് നീ. നിന്റെ വക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുമ്പോൾ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. ഞാൻ അനുസരണയുള്ളവനായിരുന്ന, എങ്ങനെയാണ് നിന്നോടുള്ള സ്നേഹം ഞാൻ വെളിപ്പെടുത്തിയത്? എൻ്റെ ആത്മീയമായ അനുഷ്ഠാനങ്ങൾ, എൻ്റെ ബൈബിൾ വായന, എൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങൾ, മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവങ്ങൾ, അവരന് ഞാൻ ചെയ്തു വയ്ക്കണമെന്ന് നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള നന്മകൾ, സുഹൃതങ്ങൾ, നിന്റെ കൽപ്പനകളുടെ പാലനം ആദിയായവയിലൊക്കെ എനിക്ക് ഇടർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അനുസരണമാണ് കർത്താവേ എൻ്റെ ബലിയേക്കാളും നിനക്കിഷ്ടം എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രാർത്ഥനകളേക്കാൾ നീ ഇഷ്ടപ്പെടുന്നത് നിന്നോടുള്ള എൻ്റെ അനുസരണമാണ്. നിന്റെ സ്നേഹത്തിൻ്റെ പ്രമാണം, നിന്റെ വിശുദ്ധിയുടെ പ്രമാണം, നിന്റെ വിവേകത്തിൻ്റെ പ്രമാണം എങ്ങനെയൊക്കെയാണ് ഞാൻ പാലിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. അനുസരണയുള്ളവരാകാൻ നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണേ. നിന്നെ ഞാൻ അനുസരിക്കുമ്പോൾ, നീ എനിക്ക് തന്നിട്ടുള്ളവരെ ഞാൻ അനുസരിക്കുമ്പോൾ, നിന്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുമ്പോൾ, നീ എൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുമെന്ന്, നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഇസഹാക്കിൻ്റെ ദൈവമാണ്. കൃത്യസമയത്ത് മനോഹരമായി അത്ഭുതകരമായി ഇടപെടുന്ന തമ്പുരാൻ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെട്ട വിസ്മയകരമായ നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു. ഈ നാട്ടിലുള്ള എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എത്ര മനോഹരമായിട്ടാണ് നീ ഇടപെട്ടത്. എൻ്റെ ജോലി സമയങ്ങൾ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭവനം, എനിക്കുള്ള വാഹനം, കർത്താവേ, എൻ്റെ സൗഹൃദങ്ങൾ, ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് എത്ര മനോഹരമായി ഇടപെട്ടിരിക്കുന്നു. പലപ്പോഴും അതൊന്നും ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. കർത്താവേ, നിന്റെ അത്ഭുതം ഞാൻ ഇന്നും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിൽ വേദനകളുണ്ട്, എനിക്ക് അസ്വസ്ഥതകളുണ്ട്, 100 ആവശ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ നിന്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കണം. നീ ഇസഹാക്കിൻ്റെ ദൈവമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളിലും അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന എൻ്റെ തമ്പുരാൻ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു.
കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം പാടാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ എൻ്റെ ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. നീ ഇസഹാക്കിൻ്റെ കർത്താവാണെന്ന്, നീ അബ്രാഹത്തിൻ്റെ ദൈവമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുമായി നീ കടന്നു വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവേ, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, നന്ദി, മഹത്വം, സ്തോത്രം. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, നിനക്ക് മഹത്വം. ആമേൻ.